അപ്പം നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സിൽ അപ്പർ ലിംബ് ലോവർ ലിംബ് പോർഷൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഇനി 2-3 ക്ലാസ്സുകളുണ്ട്. അതിൽ ഇന്ന് ഞാൻ തൊറാക്സിൽ തന്നെ ഹാർട്ട്, ലങ് അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഫുൾ പോർഷൻസ് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പെരിക്കാർഡിയത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പെരിക്കാർഡിയം എല്ലാവർക്കും അറിയാം അല്ലേ? ഇറ്റ് ഈസ് എ കോണിക്കൽ ഫൈബ്രോസിറസ് സാക്ക് ആണ്. എൻക്ലോസസ് ഹാർട്ട് ആൻഡ് റൂട്ട് ഓഫ് ഗ്രേറ്റ് വെസൽസ്. ലൈസ് വിത്തിൻ ദ മിഡിൽ മീഡിയാസ്റ്റിനം. എന്താണ് മീഡിയാസ്റ്റിനം? മീഡിയാസ്റ്റിനത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ. എന്താണ് മീഡിയാസ്റ്റിനം? thoracic cavity between the lungs. സ്പേസ് ആണ്, ബിറ്റ്വീൻ 2 ലങ്സ് ആണ്. അതിൽ തന്നെ മീഡിയസ്റ്റിനം ഞാൻ ആക്ച്വലി ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ മീഡിയസ്റ്റിനത്തിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയേക്കണം. അതിൻ്റെ ഒരു നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓരോ മീഡിയസ്റ്റിനത്തിലെയും കണ്ടന്റ് എന്താണെന്നുള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം സുപ്പീരിയർ മീഡിയസ്റ്റിനത്തിലുള്ള എന്തൊക്കെ പോർഷൻസ് വരുന്നുണ്ട്, അയോട്ട വരുന്നുണ്ടോ, എന്തൊക്കെയാണുള്ളത്, അതേപോലെ ഇൻഫീരിയറിന്റെ ഡിവിഷൻസും എങ്ങനെയാണ് അതിന്റെ ഡിവൈഡ് ചെയ്യുന്നത്, അതിൽ ഓരോ കണ്ടന്റ് മാത്രം അത് മാത്രം നിങ്ങളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം പെരിക്കാർഡിയം ലൈസ് വിത്തിൻ ദ മിഡിൽ മീഡിയാസ്റ്റിനം ആണ് അല്ലേ. ഇതിൽ പിക്ചർ നോക്കിക്കേ നിങ്ങൾ. ആ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഫൈബ്രസ് പെരിക്കാർഡിയം ഉണ്ട്. ഒരു അതർ ലെയർ ഓഫ് പെരിക്കാർഡിയം ആണ് സിറസ് പെരിക്കാർഡിയം. അപ്പം പെരിക്കാർഡിയം ലെയർ 2 ടൈപ്പായിട്ടാണുള്ളത്. ഫൈബ്രസ് ലെയറും ഉണ്ട്, സിറസ് പെരിക്കാർഡിയം ഉണ്ട്. അപ്പോൾ ഈ സിറസ് പെരിക്കാർഡിയത്തിനെ തന്നെ എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു വിസറൽ പെരിക്കാർഡിയം ഉണ്ട്, പറൈറ്റൽ പെരിക്കാർഡിയം ഉണ്ട് കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബ്രസ് പെരിക്കാർഡിയം ആൻഡ് സിറസ് പെരിക്കാർഡിയം. സിറസ് പെരിക്കാർഡിയത്തിന് തന്നെ വീണ്ടും ഡിവിഷൻസ് ഉണ്ട്, വിസറൽ ആൻഡ് പറൈറ്റൽ പെരിക്കാർഡിയം. ഓക്കെ. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ അനാറ്റമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എത്ര ml ആണുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോർമൽ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എറൗണ്ട് ഒരു 15 മുതൽ 50 ആണ്. 15 to 50 ml ആണ്. കൂടുതലായിട്ട് എക്സസൈഡ് ഫ്ലൂയിഡ് വരുന്നതാണ് എന്തെന്ന് പെരിക്കാർഡിയൽ എഫ്യൂഷൻസ്. ഇപ്പൊ എന്തുണ്ടാവും? കൂടുതലായിട്ട് ഫ്ലൂയിഡ് വരുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ആ ഇൻ ബിറ്റ്വീനുള്ള സ്പേസസിൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ഹാർട്ട് കംപ്രസ് ചെയ്യും അല്ലേ. കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവും? പിന്നെ ഹാർട്ട് സൗണ്ട്സിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലേ, കാർഡിയോളജി സെക്ഷനിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതുപോലെ പെരിക്കാർഡിയത്തിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർജിക്കൽ ആസ്പെക്റ്റിലാണ് കൂടുതലും. എന്നാലും നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ ഇൻ കേസ് ചോദിച്ചാലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിതൊന്ന് ഇത്തിരി നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. സൈനസസ് ഓഫ് പെരിക്കാർഡിയം. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് സോൺ ഡെവലപ്ഡ് ബൈ ദ റിഫ്ലക്ഷൻ ഓഫ് സിറസ് പെരിക്കാർഡിയം. അപ്പം നമ്മൾ ഓൾറെഡി സിറസ് പെരിക്കാർഡിയം എന്താണെന്ന് പറഞ്ഞു. അതിനുള്ളിലെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സോൺ ആണ് കേട്ടോ സിറസ് പെരിക്കാർഡിയത്തിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് സോൺ ആണ്. 2 സൈനസസ് ഉണ്ട്. ഏതൊക്കെ സൈനസസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് സൈനസും ഉണ്ട്, ഒബ്ലിക് സൈനസും ഉണ്ട്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൈനസ് ക്ലിയർ ആവുന്നുണ്ടോ? പിക്ചറിൽ ഒരു ട്രാൻസ്വേഴ്സ് സൈനസസ്, ഒരു ഗ്രീൻ 2 ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഒരു ട്രാൻസ്വേഴ്സ് സൈനസസും ഉണ്ട്, ഒബ്ലിക് സൈനസസും ഉണ്ട്. അപ്പം നോക്കിക്കേ, ഈ സൈനസസിന്റെ അപ്പർ ലോവർ എൻഡിലായിട്ട് എന്തൊക്കെ, അതായത് ഫ്രണ്ട് ബാക്കിലായിട്ട് എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു 2 ട്യൂബ് പോലെ നമുക്ക് വേണേൽ കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു ആർട്ടീരിയൽ ട്യൂബായിട്ടും വീനസ് ട്യൂബായിട്ടും. എന്ന് വെച്ചാൽ ആർട്ടീരിയൽ ട്യൂബിലായിട്ടാണ് ആർച്ച് ഓഫ് അയോട്ടയും അല്ലെങ്കിൽ പൾമണറി ട്രങ്കും ഉണ്ടല്ലേ, അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ജസ്റ്റ് ബാക്കിലായിട്ട്, അതായത് പോസ്റ്റീരിയർ ആസ്പെക്റ്റിലായിട്ട് വരുമ്പോഴത്തേക്കും എന്തുണ്ട്? വെയിൻസ് കാണുന്നില്ലേ നമ്മൾ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻസും വീന കവാസും കാണുന്നുണ്ട് അല്ലേ. ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ ഒരു ട്രാൻസ്വേഴ്സ് സൈനസസ് പോയേക്കുന്നത്. എപ്പിക്കാർഡിയം അറ്റ് ദ റൂട്ട് ഓഫ് ഗ്രേറ്റ് വെസൽസിനെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 2 ട്യൂബ്സ് ആയിട്ടാണ്. ഒരു ആർട്ടീരിയൽ ട്യൂബും ഉണ്ട്. ആർട്ടീരിയൽ ട്യൂബാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എന്തൊക്കെ വരുന്നുണ്ട് അതിനുള്ളിൽ? പൾമണറി ട്രങ്കും ഉണ്ട്, ആർച്ച് ഓഫ് അയോട്ടയും വരുന്നുണ്ട് ആർട്ടീരിയൽ ട്യൂബിൽ. വീനസിലാണെങ്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? വീനക്കാവാസും വരുന്നുണ്ട്, പൾമണറി വെയിൻസും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 എൻഡ്, ആർട്ടീരിയൽ ട്യൂബ് എൻഡ് ഉണ്ട്. ഈ 2 ട്യൂബിനും ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ എന്ത് കാണുന്നത്? ട്രാൻസ്വേഴ്സ് സൈനസസ് കാണുന്നത്. ദ പാസേജ് ബിറ്റ്വീൻ ദ 2 ട്യൂബ്സ്, അതായത് ആർട്ടീരിയൽ ട്യൂബ് എൻഡും വീനസ് ട്യൂബ് എൻഡുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സ് സൈനസ് ഓഫ് ദ പെരിക്കാർഡിയം എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്വേഴ്സ് സൈനസ്. പിന്നെ നെക്സ്റ്റ് ആണ് ഒരു ഒബ്ലിക് സൈനസ്. ഒബ്ലിക് സൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ ഗ്യാപ്പ്
ആണ്. അത് ബിഹൈൻഡ് ദ ഹാർട്ട് ആണ്, പോസ്റ്റീരിയർലി ആണ് വരുന്നത്. അതിന്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ അതിന്റെ ആന്റീരിയർലി കാണിക്കുന്ന എന്താണ്? ലെഫ്റ്റ് ഏട്രിയം ആണ്. പോസ്റ്റീരിയർലി എന്താണ് കാണിക്കുന്നത്? പറൈറ്റൽ പെരിക്കാർഡിയത്തിന്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഒരു ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്ച്വലി ഒരു പൗച്ച് പോലെയാണ്. നമുക്ക് ലിഗേച്ചർ ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ബൈപ്പാസ് സർജറീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അയോർട്ടേനെയും നമ്മുടെ പൾമണറി ട്രങ്കിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2 ടൈപ്പ് സൈനസസ് ഉണ്ടെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി അടുത്തെയാണ് നമ്മുടെ ഹാർട്ട്. ഇതിനാണ് ഞാൻ കുറച്ചധികം ടൈം കൊടുത്തേക്കുന്നത്. പിന്നെ എല്ലാവരും ഈ എപ്പോഴും എന്താ പറയുക, ഹാർട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ കുറച്ച് ഇമാജിൻ ചെയ്ത് നമുക്ക് ഓർഗൻ എടുത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുക അല്ലേ. നമുക്ക് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന പിക്ചർ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. മീൻസ് പിക്ചറിലൂടെ മാത്രമേ നമുക്ക് ഹാർട്ടിന്റെ സർഫസും ബോർഡേഴ്സും എല്ലാം പഠിക്കാൻ പറ്റൂ. അപ്പം അതിനെ ബേസ് ചെയ്ത് ബേസ് ഓഫ് ദ ഹാർട്ട് ഈസ് ഫോംഡ് ബൈ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓരോ വ്യൂസും ഇപ്പം ആന്റിയൽ ആസ്പെക്റ്റിൽ നമ്മുടെ കയ്യിൽ ഹാർട്ട് ഇരുന്ന് നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ഇമാജിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർക്കാൻ പറ്റൂ. അല്ലാതെ ബൈഹാർട്ട് പഠിക്കാൻ പറ്റത്തേ ഇല്ല. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണ്. റൈറ്റ് സർഫസിൽ എന്തായിരുന്നു അല്ലെങ്കിൽ റൈറ്റ് ബോർഡറിൽ എന്തായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻസ് വരും. അപ്പം നിങ്ങൾ എപ്പോൾ പഠിക്കാനിരുന്നാലും അനാട്ടമിയിലെ എല്ലാ സെക്ഷനും നിങ്ങൾ പിക്ചർ വെച്ച് പഠിച്ചാലേ പറ്റത്തുള്ളൂ, എസ്പെഷ്യലി ഇങ്ങനത്തുള്ള ഓർഗൻസ്. ഓക്കെ, അടുത്തിൽ തന്നെ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോർഷനാണ്. കോണിക്കൽ ഹോളോ മസ്കുലാർ ഓർഗൻ ആണ്, സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ മീഡിയാസ്റ്റിനോ ആണ് അല്ലേ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതിന്റെ മെഷർമെന്റ്, പിന്നെ ഓർഗൻ. ഇപ്പൊ ഇനിയിപ്പം നമ്മൾ അടുത്ത അബ്ഡമൻ സെക്ഷനിലേക്ക് പോകുമ്പോഴും ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട്, ഇനി വെയിറ്റ്, ലെങ്ത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇന്ന് ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ എഴുതി പോയാൽ മാത്രമേ ഓർമ്മ കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം മെയിലിൽ എൻ്റെ 300 gram ആണ്, ഫീമെയിൽസിൽ 250 grams ആണ്. ആ വെയിറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ചേമ്പേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 4 ചേമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിലൊന്നും ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇനി അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഗ്രൂവ്സിനെ കുറിച്ച് അല്ലേ. കുറേ അധികം ഗ്രൂവ്സ് ഉണ്ട്. അതും അറിയാവുന്നതായിരിക്കും അല്ലേ. ഇന്റർ ഏട്രിയൽ ഗ്രൂവ് ഉണ്ട് ബിറ്റ്വീൻ ഏട്രിയം, പിന്നെ ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവ്സ് ഉണ്ട്, പിന്നെ ഏട്രിയോ വെൻട്രിക്കുലാർ ഗ്രൂവ്സ് ഉണ്ട്. അങ്ങനെ ആ 3 ടൈപ്പ് ഗ്രൂവ്സ് പറയുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഹാർട്ട് ദേ ആർ സെപ്പറേറ്റ്. അതായത് നമ്മുടെ ഇതിൽ വെൻട്രിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ബൈ ആണ് എന്ത് പറയുന്നത്, ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവ് പറയുന്നുണ്ട്. ഇനി ഏട്രിയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഏട്രിയോ വെൻട്രിക്കുലാർ ഗ്രൂവ്സ് ഉള്ളത്. ഇത് ഏട്രിയസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഇന്റർ ഏട്രിയൽ ഗ്രൂവ്. അത് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവും, ഏട്രിയം വെൻട്രിക്കുളും ആണെങ്കിൽ എന്ത് പറയും, ഏട്രിയോ വെൻട്രിക്കുലാർ ഗ്രൂവ്. ഈ ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവിന് മാത്രം 2 ഡിവിഷൻസ് ഉണ്ട്. ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ 2ആയിട്ട് ഡിവിഷൻസ് വരുന്നുണ്ട്. ജസ്റ്റ് അതിൽ ആ പിക്ചറിൽ കാണിച്ചേക്കുവാണ്. ഏട്രിയോ വെൻട്രിക്കുലാർ ഗ്രൂവ് കണ്ടോ, ഏട്രിയം വെൻട്രിക്കിളിനെയും തമ്മിലും ജസ്റ്റ് താഴെയായിട്ട് ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവ് ആണ്, ആന്റീരിയർ പോസ്റ്റീരിയർ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത പോർഷൻ ആണല്ലോ. ഇനി അടുത്താണ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ ഹാർട്ടിന് എന്തൊക്കെ പോർഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പെക്സ് ഉണ്ട്, അപ്പെക്സ് പോർഷൻ ഉണ്ട്, ബേസ് പോർഷൻ ഉണ്ട്. ആക്ച്വലി ഒരു പ്രീവിയസ് കൺസെപ്റ്റിൽ ത്രീ സർഫസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴത്തെ അപ്ഗ്രേഡ് ലേറ്റസ്റ്റ് എഡിഷനിലേക്കാണ് ഒരു 4th സർഫസസ് എന്ന് പറഞ്ഞേക്കുന്നത്, ഒരു റൈറ്റ് സർഫസ്. പിന്നെ അത് കൂടാതെ ബോർഡേഴ്സ് ഉണ്ട്, സുപ്പീരിയർ, ഇൻഫീരിയർ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബോർഡേഴ്സ്. ഇത്രയാണ് ഒരു എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ്. ഇതിൽ അപ്പെക്സ്, ഈ പിക്ചറിൽ നിങ്ങൾക്ക് അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, അതിലൊരു വലിയ കൺഫ്യൂഷൻ വരത്തില്ല. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് കോമൺ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ഫോംഡ് എൻറ്റയർലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ആയിരിക്കും. ഇനി അതിൻ്റെ ഒരു പൊസിഷനാണ്, എവിടെയാണ് അപ്പെക്സ് ബീറ്റ് കിട്ടുന്നത്? നമ്മൾ എക്സാമിനേഷനിൽ എപ്പോഴും പഠിക്കാറുള്ളതാണല്ലോ. എവിടെയാണ്? ഓക്കെ, അതായത് ലെഫ്റ്റ് 5th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും അല്ലേ. ഹലോ 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 കണ്ടിന്യൂ ചെയ്യാമോ? എന്തേലും പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. കണ്ടിന്യൂ. ശരി.
Okay. It is situated in the left fifth intercostal spaceലാണ് 9 centimeter lateral to the mid-sternal line ആയിരിക്കും, ജസ്റ്റ് മീഡിയൽ ടു ദ മിഡ് ക്ലാവിക്കുലാർ ലൈൻ. അപ്പം അതിൽ ഓരോ ഇതും ശ്രദ്ധിച്ചേക്കണം, ലെഫ്റ്റ് ആണ്, അത് നമുക്ക് കുഴപ്പമില്ല അല്ലേ, അപ്പെക്സ് ലെഫ്റ്റിലായതുകൊണ്ട് ലെഫ്റ്റ് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. ഇനി ഏത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണെന്നായിരിക്കും പിന്നെ ഒരു കൺഫ്യൂഷൻ. ലെഫ്റ്റ് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് 9 സെന്റിമീറ്റർ ലാറ്ററൽ ടു ദ മിഡ് സ്റ്റേണൽ ലൈന്. ഓക്കെ, ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, അപ്പെക്സ് ഓഫ് ദ ഹാർട്ട് ഈസ് ഫെൽറ്റ് അറ്റ്. നമ്മളെ എങ്ങനെയൊക്കെ കൺഫ്യൂസിങ് ആക്കാന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. 9 സെന്റിമീറ്റർ തന്നെ കൊടുത്തിട്ടുണ്ട്, 6th ഇന്റർകോസ്റ്റൽ സ്പേസിലാക്കിയിട്ടുണ്ട്, 8 സെന്റിമീറ്റർ ലാറ്ററൽ കൊടുത്തിട്ടുണ്ട്. ഇനി മിഡ് ക്ലാവിക്കുലർ ലൈൻ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കാം, മിഡ് ആക്സിലറി ലൈൻ. അപ്പോൾ ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുന്നവർക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആവും കേട്ടോ. അത് ക്ലിയർ കട്ടായിട്ട് വായിച്ചേക്കണേ ആ പോർഷൻ. ഇനി ചിൽഡ്രൻ ബിലോ 2 years ആണെങ്കിൽ അതെന്തായിരിക്കും, അപ്പെക്സ് എന്ന് പറയുന്നത് 4th എന്നുള്ളത് അല്ല, ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് എന്നുള്ളത് 4th മാറും അല്ലേ. ഒരു 2 years കഴിയുമ്പോഴും മാത്രമേ അത് 5th ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക് ഇതാവുന്നുള്ളൂ കേട്ടോ, ചേഞ്ച് ആവുന്നുള്ളൂ. ക്ലിയർ ആയോ? അപ്പം ഇൻ ചിൽഡ്രൻ ബിലോ 2 years അപ്പെക്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് 4th ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ മിഡ് ക്ലാവിക്കുലാർ ലൈൻ ആണ്. അപ്പം അപ്പെക്സിൽ കാര്യമായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുമില്ല. അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിന്റെ ലൊക്കേഷൻ മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഉള്ളൂ. പിന്നെ മോസ്റ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്, അതിലൊന്നും ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. ഇനി ബേസ് ഓഫ് ദ ഹാർട്ട് ഒക്കെയാണ്, ബേസ് ഓഫ് ദ ഹാർട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസ് ഓഫ് ദ ഹാർട്ട് ഒക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ബേസ് ഏത് പോർഷനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഡൗട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പിക്ചർ അങ്ങ് ഇമാജിൻ ചെയ്യുക. ഇതാണ്, അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ആൻറ്റീരിയർ വ്യൂവിലാണ് അല്ലേ. നമ്മൾ പിന്നെ അപ്പെക്സ് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് വെക്കുന്നു ഹാർട്ടിൻ്റെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അത് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്താൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡ്, അതായത് പോസ്റ്റീരിയർ വ്യൂ. അപ്പോൾ പോസ്റ്റീരിയർ വ്യൂവിലാണ് എന്തെന്ന് പറയുന്നത്, ബേസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ ഓർത്തിരിക്കണം. ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസ്റ്റീരിയർ ആസ്പെക്ട് അല്ലെങ്കിൽ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദ ഹാർട്ടാണ് ബേസ് എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഈ പോസ്റ്റീരിയർ സർഫസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന എന്താണ്, നമുക്കറിയാം അല്ലേ, ഇതിൽ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ലെഫ്റ്റ് ഏട്രിയം ആണ് അല്ലേ. ലെഫ്റ്റ് ഏട്രിയം അതിലേക്ക് ഓപ്പൺ ചെയ്യുന്ന റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻസും കൂടെയാണ് മേജർ പോർഷനും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 2/3 പോർഷനും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഏട്രിയം ആയിരിക്കും. അതിൻ്റെ ജസ്റ്റ് ഒരു ഇത്തിരി പോർഷൻ മാത്രമേ ഉള്ളൂ, റിമൈനിങ് ഒരു 1/3 പോർഷൻ മാത്രമേ ഉള്ളൂ റൈറ്റ് ഏട്രിയം. അപ്പം ബേസ് ഓഫ് ദ ഹാർട്ട് ഈസ് ഫോംഡ് ചീഫ്ലി ബൈ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയം ആയിരിക്കും, മോസ്റ്റ്ലി ബൈ ലെഫ്റ്റ് ഏട്രിയം. ഒരു സ്മോൾ കോൺട്രിബ്യൂഷൻ മാത്രമേ ഇതിൻ്റെ ഉള്ളൂ, റൈറ്റ് ഏട്രിയത്തിൻ്റെ ഉള്ളൂ. അപ്പം ബേസ് ഓഫ് ദ ഹാർട്ട് നോക്കി വെച്ചേക്കണം. കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അപ്പെക്സ് പോലെയല്ല, മോസ്റ്റ്ലി ബൈ ലെഫ്റ്റ് ഏട്രിയം ആണ്. കൺഫ്യൂഷൻ ആവരുത്, ലെഫ്റ്റ് ഏട്രിയം ആണോ റൈറ്റ് ഏട്രിയം ആണോ റൈറ്റ് വെൻട്രിക്കിൾ ആണോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ വരാം. അപ്പം ഈ എന്താ പറയുക, ഡയഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ അത്ര വരത്തില്ല. അത് ഓർത്ത് വെച്ച് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി അടുത്താണ് ലൊക്കേഷൻസ്. ഓക്കെ, ലൈങ് പൊസിഷനിൽ, നമ്മളിപ്പോൾ ലൈങ് പൊസിഷനിലാണെങ്കിൽ ഹാർട്ടിൻ്റെ ബേസ് ഏത് വെർട്ടിബ്രൽ ലെവലിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ T5 to T8 വെർട്ടിബ്രൽ ലെവലിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഇറക്റ്റ് പോസ്റ്ററിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, ഒന്നും കൂടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഒന്ന് കൂടും അല്ലേ. നമ്മുടെ ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് അടുത്തടുത്ത ലെവലിലേക്ക് അങ്ങ് മാറും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. T6 T9 ആയിട്ട് വരെ മാറുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു അപ്പെക്സ് കിട്ടുന്നത് 5th ആണല്ലേ. അതേപോലെ തന്നെ ബേസും വെർട്ടിബ്രൽ ലെവലിൽ വരുമ്പോൾ ഇവിടെ വരുന്നു 5ലേക്ക് തന്നെ വരുന്നു, T5. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം, T5 to T8. ഓക്കെ, അപ്പം ഇറക്റ്റ് പോസ്റ്ററിലേക്ക് വരുമ്പോൾ ലെങ്ത് ഇത്തിരിയും കൂടെ ഹൈറ്റ് വെക്കുന്നതിനനുസരിച്ച് അതൊരു T6 T9 എന്ന ലെവലിലേക്ക് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കോമൺ പോയിന്റ്സ് ആണ്. പൾമണറി വെയിൻസ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും സുപ്പീരിയർ ഇൻഫീരിയർ വീന കവ റൈറ്റ് ഏട്രിയത്തിലേക്കുമാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ബേസ് ഓഫ് ദ ഹാർട്ട് മെയിൻലി ബൈ ലെഫ്റ്റ് ഏട്രിയോ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു വെർട്ടിബ്രൽ ലെവൽസും, അത് രണ്ടുമേ ഉള്ളൂ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നെക്സ്റ്റ് ആണ് ബോർഡേഴ്സ്. പിക്ചറിൽ നിങ്ങൾക്ക് ബോർഡേഴ്സ് കാണാമല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞ് 4 ബോർഡേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞല്ലേ. സുപ്പീരിയർ ബോർഡർ പറഞ്ഞു, ഇൻഫീരിയർ ബോർഡർ പറഞ്ഞു, റൈറ്റ് ബോർഡർ പറഞ്ഞു, ലെഫ്റ്റ് ബോർഡർ പറഞ്ഞു. ഇതിലെല്ലാ ബോർഡേഴ്സും ഓൾമോസ്റ്റ് ക്ലിയർ കട്ടായിട്ട് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഓരോ ബോർഡറിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതൊക്കെ പോർഷൻസ് ഓഫ് ദ ഹാർട്ട് ആണെന്ന് നോക്കാം. അപ്പർ ബോർഡർ അല്ലെങ്കിൽ സുപ്പീരിയർ ബോർഡർ നോക്കിക്കേ, കുറച്ചൊരു ഒബ്ലിക് ആയിട്ടുള്ളതായിരിക്കും. അത് നമുക്കറിയാം. അപ്പർ ബോർഡറിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? ഇതിലെ പോസ്റ്റീരിയർ വ്യൂവിൽ അപ്പർ ബോർഡറിലായിട്ടുള്ളത് ലെഫ്റ്റ്
ഏട്രിയാസ് ആയിരിക്കും അല്ലേ, ലെഫ്റ്റും റൈറ്റും ഏട്രിയാസ് ആയിരിക്കും, 2 ഏട്രിയാസ് ആയിരിക്കും. അതിൽ തന്നെ ലെഫ്റ്റ് ഏട്രിയം ആണ് മേജർ പോർഷൻ ഓഫ് ദ സുപ്പീരിയർ ബോർഡർ അല്ലെങ്കിൽ അപ്പർ ബോർഡർ. കാണുന്നുണ്ടോ ഈ ബോർഡറിൽ? കൂടുതലും ലെഫ്റ്റ് ഏട്രിയം ആയിരിക്കും കേട്ടോ. ഈ ഒരു പോർഷനാണ് അപ്പർ ബോർഡർ കാണിച്ചേക്കുന്നത്. കണ്ടോ പൾമണറി വെയിൻസ് ഓപ്പൺ ആയിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ആണ് നമ്മുടെ അപ്പർ അല്ലെങ്കിൽ സുപ്പീരിയർ ബോർഡർ കഴിഞ്ഞു. ഇനി അടുത്താണ് റൈറ്റ് ബോർഡർ. റൈറ്റ് ബോർഡർ ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? റൈറ്റ് ബോർഡറും ഉണ്ട് ലെഫ്റ്റ് ബോർഡറും ഉണ്ട്. റൈറ്റ് ബോർഡറിന്റെ പോർഷൻ എവിടെയാണ്? നമ്മുടെ ഈ ഒരു സുപ്പീരിയർ വിനക്കാവ് ഓപ്പൺ ആവുന്ന ആ ഒരു ഏരിയ എന്നാണ് ഇങ്ങോട്ടേക്ക് കാണിച്ചേക്കുന്നത് അല്ലേ. അപ്പം അതെവിടെയായിരിക്കും? റൈറ്റ് ഏട്രിയം ആയിരിക്കും അല്ലേ. അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെ മുതൽ എവിടം വരെ എന്ന് പറയുന്നുണ്ട്. ദ റൈറ്റ് ബോർഡർ ഈസ് മോർ ഓർ ലെസ് വെർട്ടിക്കൽ ആൻഡ് ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം ആണ്. ഇറ്റ് എക്സ്റ്റെൻഡിങ് ഫ്രം സുപ്പീരിയർ വീനക്കാവ ടു ദി ഇൻഫീരിയർ വീനക്കാവ. കാണുന്നുണ്ടോ നിങ്ങൾ ഈ ഡയഗ്രാം? നോക്കിക്കേ. നെക്സ്റ്റ് അടുത്താണ് ലെഫ്റ്റ് ബോർഡർ. ലെഫ്റ്റ് ബോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒബ്ലിക്കും കർവ്ഡും ആണ്. ഇറ്റ് ഈസ് ഫോംഡ് മെയിൻലി ബൈ ദ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. കുറച്ച് പോർഷൻ മാത്രം അപ്പറിൽ എന്തുണ്ട്? ലെഫ്റ്റ് ഓറിക്കിളും ഉണ്ട്. ലെഫ്റ്റ് ഓറിക്കിൾ വരും. ലെഫ്റ്റ് ഏട്രിയത്തിന്റെ ബാക്കി പോർഷൻ പോസ്റ്റീരിയർ സർഫസിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഏട്രിയം മാത്രമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ലെഫ്റ്റ് ബോർഡർ ഓഫ് ദ ഹാർട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്താണ് ഇൻഫീരിയർ ബോർഡർ. ഇൻഫീരിയർ ബോർഡർ ഇങ്ങനെ നോക്കിക്കേ, താഴെയാണ് അല്ലേ. അപ്പെക്സിന് തൊട്ട് ഇങ്ങോട്ടേക്കായിട്ടാണ് അവർ അത് ഇത് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻഫീരിയർ ബോർഡർ മേജറായിട്ട് കോൺട്രിബ്യൂഷൻ വരുന്നത് റൈറ്റ് വെൻട്രിക്കിൾ ആയിരിക്കും. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിന് തൊട്ട് മുന്നേ വരെ അല്ലേ. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പോർഷൻസ് അധികം വരുന്നില്ല. ഇൻഫീരിയർ ബോർഡർ ഈസ് നിയർലി ഹൊറിസോണ്ടൽ ആൻഡ് ഈസ് ഫോംഡ് മെയിൻലി ബൈ ദ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നുണ്ട്. കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണെന്ന് നോക്കിക്കേ. ആ ഒരു ഇൻഫീരിയർ വീനക്കാവയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു ഹാർട്ടിൻ്റെ അപ്പെക്സ് വരെയുള്ള പോർഷനാണ് ഇൻഫീരിയർ ബോർഡേഴ്സ്. അപ്പം നമ്മൾ 4 ബോർഡേഴ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് സുപ്പീരിയർ ബോർഡർ അല്ലെങ്കിൽ അപ്പർ ബോർഡർ എന്ന് പറഞ്ഞു. അതിൽ മേജർ കോൺട്രിബ്യൂഷൻ ലെഫ്റ്റ് ഏട്രിയം മാത്രമായിരുന്നു. റൈറ്റ് ബോർഡർ വന്നപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞല്ലേ, റൈറ്റ് സൈഡിൽ റൈറ്റ് ബോർഡറിൽ വന്നപ്പോഴത്തേക്ക് സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവയുടെ ആ ഒരു ഏരിയയിലേക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ആ ബോർഡറിൽ മെയിൻ കോൺട്രിബ്യൂഷൻ റൈറ്റ് ഏട്രിയം ആണെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ബോർഡറിൽ വന്നപ്പോഴത്തേക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളും മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ഏട്രിയ പോസ്റ്റീരിയർലി പോകുന്നുണ്ട്. ലെഫ്റ്റ് ഓറിക്കിളിൻ്റെ കുറച്ച് പോർഷൻ മാത്രം വരുന്നുണ്ട്. ഇനി അടുത്ത ഇൻഫീരിയർ ബോർഡർ വന്നപ്പോഴത്തേക്കും ഇൻഫീരിയർ ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫീരിയർ വീനക്കാവ മുതൽ അപ്പെക്സിൻ്റെ എറ്റ് വരെ വരുമെങ്കിലും ആ ഒരു മേജർ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ തന്നെയാണ്. കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. റൈറ്റ് വെൻട്രിക്കിളാണ് മേജർ പോർഷനും വന്നേക്കുന്നത്. ഒരു റിമൈനിങ് ഒരു സ്മോൾ പോർഷൻസ് മാത്രമേ ഉള്ളൂ അപ്പെക്സിനോട് ചേർന്നിട്ട് വരുന്നതാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ബോർഡേഴ്സ്. ഇനി അടുത്താണ് സർഫസ് ഓഫ് ദ ഹാർട്ടാണ് അടുത്തത്. അതിൽ മെയിനായിട്ട് 3 എന്ന് പറയുന്നുണ്ട്. പുതിയൊരു ഇത് എഡിഷൻ പ്രകാരമാണ് 4 സർഫസസ് പറഞ്ഞേക്കുന്നത്, ഒരു റൈറ്റ് സർഫസും കൂടെ. പിന്നെ ഈ സർഫസ് ഓഫ് ദ ബോർഡേഴ്സ് ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യട്ടെ. അടുത്താണ് സർഫസസ് ഓഫ് ദ ഹാർട്ട്. സർഫസസിൽ ഫസ്റ്റായിട്ട് ആൻറ്റീരിയർ ഓർ സ്റ്റേണോ കോസ്റ്റൽ സർഫസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന അത്രയും പോർഷൻസ്. അപ്പം അതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തില്ലെന്ന് പറയാം. ഇപ്പോൾ ഉള്ള ഇത് നമുക്കറിയാം. ഏട്രിയം ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് ഓറിക്കിൾ ആണല്ലേ കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ഓറിക്കിൾ ഉണ്ട്, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് ഏട്രിയം ഒഴികെയുള്ള ബാക്കി എല്ലാ ചേമ്പേഴ്സും ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ ഹാർട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്താണ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് സർഫസ് റിലേറ്റഡ് വിത്ത് ഡയഫ്രം അല്ലേ. ഇൻഫീരിയർ ഓർ ഡയഫ്രമാറ്റിക് സർഫസ് റെസ്റ്റ് ഓൺ ദ സെൻട്രൽ ടെൻഡൻ ഓഫ് ദ ഡയഫ്രം എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ എങ്ങനെയായിരിക്കും നമുക്കറിയാമല്ലേ. ഏറ്റവും ഇൻഫീരിയർലി വരുന്നത്, അതായത് നമ്മളെ എന്താ പറയുക, ഹാർട്ടിൽ നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ അനാറ്റമിക്കൽ പൊസിഷനിൽ വെക്കുമ്പം വരുന്ന ആ ഒരു ലോവർ എൻഡ് അല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ആ ഒരു പോർഷനാണ് അതിൻ്റെ ഡയഫ്രമാറ്റിക് സർഫസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്താണ് ലെഫ്റ്റ് സർഫസ് വരെ അല്ലേ. ലെഫ്റ്റ് സർഫസും വരുന്നുണ്ട്, റൈറ്റ് സർഫസും വരുന്നുണ്ട്. ലെഫ്റ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഓറിക്കിളും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അപ്പർ പാർട്ടിനെ ഈ സർഫസിനെ ക്രോസ് ചെയ്തുകൊണ്ട് കൊറോണറി സൾക്കസ് പോകുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തതാണ് റൈറ്റ് സർഫസ്. റൈറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഏട്രിയത്തിൻ്റെ ആ ഒരു റീജിയൻ മാത്രമാണ് റൈറ്റ് സർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ സൾക്കസ് ടെർമിനാലിസ് അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതാണ് റൈറ്റ് സർഫസിനെയും ഈ സ്റ്റേണോ കോസ്റ്റൽ സർഫസിനെ, അതായത് ആൻറ്റീരിയർ സർഫസിനെയും റൈറ്റ് സർഫസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ആ ഒരു ഏരിയയാണ് സൾക്കസ് ടെർമിനാലിസ്. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ഏട്രിയത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാം. ഇത്രയും മാത്രമേ ഉള്ളൂ. സർഫസസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്നില്ല. ബേസ് മാത്രം ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇത് നിങ്ങൾ പിന്നെ PPT തരുന്ന സമയത്ത് നോക്കി പോകണ്ടാൽ മതി കേട്ടോ. ഇനി അടുത്ത് ക്രസ് ഓഫ് ദ ഹാർട്ട്. ക്രസ് ഓഫ് ദ ഹാർട്ട് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഇന്റർ ഏട്രിയൽ, ഏട്രിയോ വെൻട്രിക്കുലാർ ആൻഡ് ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവ്സ്. അപ്പം ഇതിൽ നമ്മുടെ ഗ്രൂവ്സ് എല്ലാം വരുന്നുണ്ട് എക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു പിന്നെ ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവ്സിൻ്റെ 2 ഡിവിഷൻ പറഞ്ഞു അല്ലേ, ആൻറ്റീരിയറും പോസ്റ്റീരിയറും പറഞ്ഞു. അതിൽ പോസ്റ്റീരിയർ ഇന്റർ വെൻട്രിക്കുലാർ ഗ്രൂവും ബാക്കി ഏട്രിയോ വെൻട്രിക്കുലാറും ഇന്റർ ഏട്രിയൽ ഗ്രൂവ്സിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മീറ്റിംഗ് പോയിന്റിനെയാണ് ക്രസ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പെക്സ് പറഞ്ഞു, ബേസ് പറഞ്ഞു, സർഫസസ് പറഞ്ഞു, ബോർഡേഴ്സ് പറഞ്ഞു. ഈ 4 ചേംബറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കി ഞാനിപ്പോൾ റൈറ്റ് ഏട്രിയമാണ് കുറച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ലെഫ്റ്റ് ഏട്രിയം ഒന്ന് ജസ്റ്റ് വായിച്ചേക്കണം. ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇതുകൾ, അത് മാത്രം ഒന്ന് വായിച്ചു വെച്ചുകൊണ്ടാൽ മതി. അധികം ഇല്ല, സിമ്പിളാണ്. നമ്മളെപ്പോഴും SC ഒക്കെ ആയിട്ട് പഠിക്കുന്ന റൈറ്റ് ഏട്രിയം ആണല്ലോ, അപ്പോൾ അത് മാത്രം ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ടേംസ് ഉണ്ട്, അതെന്താണെന്നുള്ളത് മാത്രം. ഓറക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതായത് ഇയർ-ലൈക്ക് പ്രൊജക്ഷൻസ് ഓഫ് ഏട്രിയമാണ് ഓറക്കിൾ എന്ന് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ഏട്രിയത്തിന് റൈറ്റ് ഓറക്കിളും ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് ഓറക്കിളും ഉണ്ട് അല്ലേ. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റ് സർഫസിനെ സ്റ്റേണോകോസ്റ്റൽ സർഫസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സൾക്കസ് ടെർമിനാലിസിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് സൾക്കസ് ടെർമിനാലിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കണ്ട, ഇത് നമ്മൾ ഒരു ഹാർട്ടിനെ നമുക്കറിയാം, നമ്മൾ ഹാർട്ടിനെ ഡിസെക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇൻസിഷൻസ് ഇട്ട് വീണ്ടും ഓപ്പൺ ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇൻസിഷൻ ഇടുന്നതിന് മുന്നേ, അതായത് ഈ ഒരു ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ കണ്ടോ, ആ ഒരു ഏരിയനെ ക്ലോസ് ചെയ്ത് നമ്മൾ വെക്കുവാണെങ്കിൽ അതെങ്ങനെ എവിടെ വരും, ഈ സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവയുടെ ഇവിടെ ഇങ്ങനെ അടഞ്ഞു വരും അല്ലേ. അപ്പം ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു ക്ലോസ് ചെയ്ത് വരുന്ന സമയത്ത് ഉള്ള ഒരു റിഡ്ജാണ് കേട്ടോ, അതായത് എക്സ്റ്റേണലി ഉള്ള ഒരു ഗ്രൂവാണ്. ഷാളോ ഗ്രൂവ് എക്സ്റ്റെൻഡഡ് ഫ്രം സുപ്പീരിയർ വീനക്കാവ ടു ഇൻഫീരിയർ വീനക്കാവ. അതാണ്, അതായത് സുപ്പീരിയർ വീനക്കാവ മുതൽ ഇൻഫീരിയർ വീനക്കാവ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഷാളോ ഗ്രൂവിനെയാണ് സൾക്കസ് ടെർമിനാലിസ് എന്ന് പറഞ്ഞത്. അത് നമ്മുടെ റൈറ്റ് ഹാർട്ട് ബോർഡറിലായിട്ടായിരിക്കും കാണുന്നത്. അത് എക്സ്റ്റേണലി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റേണലി വരുന്ന സ്ട്രക്ചറിനെയാണ്, ആ ഒരു റിഡ്ജിനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്റ്റ ടെർമിനാലിസ്. അതായത് ഇതിൽ നിങ്ങൾക്ക് ക്രിസ്റ്റ ടെർമിനാലിസ് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുമല്ലേ. ഈ ക്രിസ്റ്റ ടെർമിനാലിസിനെ നമ്മൾ അടച്ച്, അതായത് കട്ട് ചെയ്ത ആ പോർഷനെ നമ്മൾ തിരിച്ച് ഫ്ലാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ക്രിസ്റ്റ ടെർമിനാലിസിന് ഈക്വലായിട്ട് നമ്മുടെ എക്സ്റ്റേണലി വരുന്ന ആ ഒരു ഗ്രൂവിനെയാണ് സൾക്കസ് ടെർമിനാലിസ് എന്ന് പറഞ്ഞത്. എക്സ്റ്റേണലി സൾക്കസ് ടെർമിനാലിസും ഇന്റേണലി റൈറ്റ് ഏട്രിയത്തിന് ഉള്ളിലുള്ള ആ ഒരു മസ്കുലർ റിഡ്ജിനെയാണ് ക്രിസ്റ്റ ടെർമിനാലിസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ടേംസ് ഒക്കെ ജസ്റ്റ് ചോദിച്ചിട്ട് ഇത് ഏതിൻ്റെ പോർഷനാണോ, റൈറ്റ് ഏട്രിയം ആണോ, റൈറ്റ് വെൻട്രിക്കിൾ ആണോ, ലെഫ്റ്റ് ഏട്രിയം ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. റൈറ്റ് ഏട്രിയത്തിൻ്റെ ഇതിൽ ക്രിസ്റ്റ ടെർമിനാലിസ്, സൾക്കസ് ടെർമിനാലിസും പിന്നെ ക്രിസ്റ്റ ടെർമിനാലിസും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സൾക്കസ് ടെർമിനാലിസ് ഷാലോ ഗ്രൂവ് എക്സ്റ്റെൻഡിങ് ഫ്രം സുപ്പീരിയർ വീനക്കാവ to inferior vena cava along the right border. Corresponding internal muscular ridgeനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റ ടെർമിനാലിസ്. ഇനി ഈ അപ്പർ പാർട്ട് ഓഫ് ദ സർക്കസിനുള്ളതാണ് SA നോഡ്. അതൊക്കെ അറിയാലോ. SA നോഡിനെ നമ്മൾ എന്ത് പറയും, പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ഓഫ് ദ റൈറ്റ് ഏട്രിയത്തിന് കുറച്ച് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ വരുന്നതാണ് ഈ സ്മൂത്ത് പാർട്ടുണ്ട്, റഫ് പാർട്ടുണ്ട്, ഇൻ ബിറ്റ്വീൻ 2 ഏട്രിയത്തിനിടയ്ക്കുള്ള ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് സൈനസ് വെനീറം, പെക്റ്റിനേറ്റ് അല്ലെങ്കിൽ മസ്കുലെ പെക്റ്റിനെ ആൻഡ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അതെന്താ ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മുടെ ഏട്രിയത്തിനുള്ളിൽ ഒരു റഫ് പാർട്ടും ഉണ്ട്, ഒരു സ്മൂത്ത് പാർട്ടും ഉണ്ട്. അതിൻ്റെ സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ടിനെയാണ് സൈനസ് വിനേറോ എന്ന് പറഞ്ഞേക്കുന്നത്. അതിൽ പിക്ചറിൽ ഇല്ല നിങ്ങൾക്ക്. ഇതിൽ അതിന് പകരമായിട്ട് അതിൻ്റെ ഒരു റഫ് പോർഷൻ ഞാനിവിടെ അതിൻ്റെ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു. റഫ് പാർട്ട് ഓഫ് ദ റൈറ്റ് ഏട്രിയം കണ്ടോ നിങ്ങളിവിടെ, ഒരു എന്താ പറയുക, ഒരു ഒട്ടും സ്മൂത്ത് അല്ലാത്ത രീതിയിൽ ഒരു ടീത്ത് പോലെ, ഒരു കോമ്പൊക്കെ പോലെ ഒരു പ്രസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കണ്ടോ, അതിനെയാണ് റഫ് പാർട്ട് ഓഫ് ദ
എന്ത് പറയുന്നത്, ഏട്രിയം എന്ന് പറഞ്ഞേക്കുന്നത്. ആ റഫ് പാർട്ട് ഓഫ് ദ ഏട്രിയമാണ് മസ്കുലെ പെക്റ്റിനെ എന്ന് പറഞ്ഞേക്കുന്നത്. മസ്കുലെ പെക്റ്റിനെ. സ്മൂത്ത് പാർട്ടാണ് എന്ത്, സൈനസ് വെനേറോ എന്ന് പറഞ്ഞേക്കുന്നത്. റഫ് പാർട്ടിനെ മസ്കുലെ പെക്റ്റിനെ എന്ന് പറയുന്നുണ്ട്. ആൻറ്റീരിയർ റഫ് പാർട്ട് ഓഫ് ദ റൈറ്റ് ഏട്രിയത്തിൽ കാണപ്പെടുന്ന ഒരു സീരീസ് ഓഫ് ട്രാൻസ്വേഴ്സ് മസ്കുലാർ റിഡ്ജസിനെയാണ് മസ്കുലെ പെക്റ്റിനെ എന്ന് പറയുന്നത്. അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മൾ പറഞ്ഞു ക്രിസ്റ്റേ ടെർമിനാലിസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് മസ്കുലെ പെക്റ്റിനെ പോകുന്നത് കേട്ടോ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഇല്ലല്ല, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ട് കാണാം ക്രിസ്റ്റേ ടെർമിനാലിസിൽ നിന്ന് മസ്കുലെ പെക്റ്റിനെ. ടീത്ത് പോലെ അല്ലെങ്കിൽ കുറച്ച് റഫായിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ്, റിഡ്ജസ് പോകുന്നുണ്ട്. അങ്ങനെയാണ് മസ്കുലെ പെക്റ്റിനെ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്താണ്, ക്ലിയർ ആയോ സൈനസ് വെനേറോ എന്താണെന്നുള്ളത്? മസ്കുലെ പെക്റ്റിനെ, സൈനസ് വെനേറോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും റൈറ്റ് ഏട്രിയത്തിന് രണ്ട് ഡിവിഷൻസ് ആയിട്ട് പറയാം നമുക്ക്. ഒരു സ്മൂത്ത് പാർട്ടും ഉണ്ട്, റഫ് പാർട്ടും ഉണ്ട്. സ്മൂത്ത് പാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, സൈനസ് വെനേറോ എന്ന് പറയുന്നുണ്ട്. റഫായിട്ടുള്ള ട്രാൻസ്വേഴ്സ് മസ്കുലാർ റിഡ്ജസ് ഉള്ള പോർഷനെയാണ് മസ്കുലെ പെക്റ്റിനെ എന്ന് പറഞ്ഞേക്കുന്നത്. സൾക്കസ് ടെർമിനാൽസും ക്രിസ്റ്റേ ടെർമിനാൽസും ഒക്കെ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് കുറേ ടെർമിനോളജീസ് ആണ്. അതെല്ലാം ശ്രദ്ധിച്ചാലേ നമുക്ക് എന്താന്നുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. ഇപ്പം തന്നെ യൂസ്റ്റേഷ്യൻ വാൽവ്. യൂസ്റ്റേഷ്യൻ വാൽവ് നമുക്ക് ഇപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹാർട്ടിലാണോ ഇയറിലാണോ എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പം തന്നെ ഇങ്ങനത്തെ ടേംസ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചങ്ങ് പഠിച്ചേക്കണം. യൂസ്റ്റേഷ്യൻ വാൽവ് അല്ലെങ്കിൽ വാൽവ് ഓഫ് ഇൻഫീരിയർ വീനക്കാവ കാണുന്നുണ്ടോ ആ പിക്ചറിൽ? അതായത് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതിനെ ഗോഡ് ചെയ്തുകൊണ്ട് ഒരു നോൺ ഫങ്ഷനിങ് ആയിട്ട് അല്ലെങ്കിൽ റുഡിമെൻ്ററി ആയിട്ടുള്ള ഒരു സെമി ലൂണാർ വാൽവ് ഉണ്ട്. ഇതിനെയാണ് യൂസ്റ്റേഷ്യൻ വാൽവ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. യൂസ്റ്റേഷ്യൻ വാൽവ് അല്ലെങ്കിൽ വാൽവ് ഓഫ് ഇൻഫീരിയർ വീനക്കാവ. എന്താണ് ഇൻഫീരിയർ വീനക്കാവയുടെ യൂസ്റ്റേഷ്യൻ വാൽവ് എന്ന് ക്ലിയർ ആയോ? റുഡിമെൻ്ററി ആയിട്ടുള്ള ഒരു നോൺ ഫങ്ഷനിങ് സെമി ലൂണാർ വാൽവ് ആണ് യൂസ്റ്റേഷ്യൻ വാൽവ്. ഓപ്പണിംഗ് ഓഫ് ഇൻഫീരിയർ വീനക്കാവേനെ ഗോഡ് ചെയ്തുകൊണ്ടുള്ള. അടുത്തയാണ്, ഇത് കണ്ടല്ലോ പിക്ചറിൽ കാണുന്നുണ്ടോ, ഇൻഫീരിയർ വീനക്കാവയുടെ വാൽവ് ഓഫ് ഇൻഫീരിയർ വീനക്കാവ റുഡിമെൻ്ററി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അടുത്തയാണ് തെപ്ഷ്യൻ വാൽവ് അല്ലേ. അപ്പം തെപ്ഷ്യൻ വാൽവ് എന്തിൻ്റെയാണ്? കൊറോണറി സൈനസ് ഇല്ലേ, കൊറോണറി സൈനസിൻ്റെ ഓപ്പണിങ്ങിനെ ഗോഡ് ചെയ്തുകൊണ്ട് അല്ലേ വരുന്ന ഒരു റുഡിമെൻ്ററി നോൺ ഫങ്ഷനിങ് വാൽവാണ് എന്തെന്ന് പറഞ്ഞാൽ തെപ്ഷ്യൻ വാൽവ്. അപ്പം യൂസ്റ്റേഷ്യൻ വാൽവ് എന്ന് ഉദ്ദേശിക്കുന്ന ഇൻഫീരിയർ വീനക്കാവയുടെയാണ്. തെപ്ഷ്യൻ വാൽവ് കൊറോണറി സൈനസിൻ്റെയാണ്. അതുകൂടാതെ പിന്നെ ഒരു വീനെ കോഡിസ് മിനിമം ഉണ്ട്. കുറേ വെയിൻസ് ഇങ്ങനെ ഓപ്പണിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സ്മോൾ ഓപ്പണിങ്ങിനെ ചേർത്തിട്ടാണ് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് പോലെ അതിൽ കൊടുത്തേക്കുന്നത്. അതിനെയാണ് ഫൊറാമിന വെനീറം മിനിമാറോ എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ടേംസ് ഒക്കെ കുറച്ചൊരു കട്ടിയാണ്, എന്നാലും നിങ്ങൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ ഓർമ്മ കിട്ടുമായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ യൂസ്റ്റേഷ്യൻ വാൽവ് പറഞ്ഞു, നെക്സ്റ്റ് പറഞ്ഞത് തെപ്ഷ്യൻ വാൽവ് ആണ്, അടുത്തത് ഫൊറാമൻ വെനീറം മിനിമം. ഇതെല്ലാം റൈറ്റ് ഏട്രിയത്തിൻ്റെതാണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് കേട്ടോ. ക്രിസ്റ്റേ ടെർമിനാലിസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ടീത്ത് അല്ലെങ്കിൽ കോമ്പുലൈക്ക് മസ്കുലെ പെക്റ്റിനെ പറഞ്ഞതാണ്. ഇനി ഫോസ ഓവാലിസ്. ഫോസ ഓവാലിസ് എന്താണ്? ഇത് ഓവൽ ഷാലോ ഡിപ്രഷൻ ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ഇന്റർഏട്രിയൽ സെപ്റ്റം അല്ലേ. ഒരു ഷാലോ ഡിപ്രഷനാണ് ഇത്. നമ്മൾ കേൾക്കുന്ന ഫൊറാമൻ ഓവയിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കൺഫ്യൂഷൻ വരത്തില്ല. ഫ്ലോർ ഓഫ് ദ ഫോസ ഓവാലിസ് ഡെവലപ്പ് ചെയ്യുന്നത് സെപ്റ്റം പ്രൈം. അത് നമ്മൾ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് പറയുമ്പോൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറയാമേ. ഡയഗ്രത്തിൽ കണ്ടായിരുന്നോ ഫോസ ഓവാലിസ്? ഫോസ ഓവാലിസ് കണ്ടോ, ഒരു ഓവൽ ഡിപ്രഷൻ ആണ്. അതിൻ്റെ ഒരു മാർജിൻ കണ്ടോ, അതിൻ്റെ ഒരു തിക്കായിട്ടുള്ള ഒരു ഷാർപ്പ് മാർജിനെയാണ് അൻലസ് ഓവാലിസ് അല്ലെങ്കിൽ ലിംബസ് ഫോസ ഓവാലിസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു ഓവൽ ആയിട്ടുള്ള ഒരു ഷാലോ ഡിപ്രഷൻ ഉണ്ട്. അതിനെ ഫോസ ഓവാലിസ് എന്ന് പറഞ്ഞേക്കുന്നു. അതിൻ്റെ ഒരു തിക്ക് ഷാർപ്പ് സിക്കിൾ ഷേപ്പ്ഡ് ഒരു തിക്ക് റിഡ്ജിനെയാണ് ലിംബസ് ഫോസ ഓവാലിസ് ഓർ അനുലസ് ഫോസ ഓവാലിസ് എന്ന് പറഞ്ഞേക്കുന്നത്. അത് ഡിറൈവ്ഡ് ഫ്രം ദ അല്ലെങ്കിൽ എന്താ പറയുക എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഫ്രം സെപ്റ്റം സെക്കൻഡമാണ്. ഇനി അടുത്താണ് ഒരു 2 ടേംസും കൂടെ ഉണ്ട്. അതിൽ ടെൻഡൻ ഓഫ് ടൊഡാരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എൻഡോകാർഡിയൽ റിഡ്ജാണ് എക്സ്റ്റെൻഡിങ് ഫ്രം ഇന്റർഏട്രിയൽ സെപ്റ്റം ടു ദ ലെഫ്റ്റ് ഹോൺ ഓഫ് ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു റിഡ്ജാണ് കേട്ടോ. പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ടെൻഡൻ ഓഫ് ടൊഡാരോ എന്നും പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നതുണ്ടോ?
എവിടെ മുതൽ എവിടം വരെ, അതായത് രണ്ട് ഏട്രിയത്തിന് ഇൻ ബിറ്റ്വീൻ രണ്ട് ഏട്രിയത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇൻഫീരിയർ വീനൊക്കെ അവിടെ ലെഫ്റ്റ് ഹോണിലേക്ക് പോകുന്ന ഒരു ടെൻഡനാണ് ടെൻഡൻ ഓഫ് ടൊഡാരോ എന്നുള്ളത്. പിന്നെ അടുത്തൊരു ടെർമിനോളജിയാണ് ടോറസ് അയോർട്ടിക്കസ് എന്നുള്ളത്. എന്തായിരിക്കും അയോർട്ടിക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് സെപ്റ്റത്തിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റ് സുപ്പീരിയർ പാർട്ടിലായിട്ട് ഒരു എലിവേഷൻ ഉണ്ടാകാം. അതായത് നമ്മുടെ അസെൻഡിങ് അയോർട്ടിക്കയുടെ റൈറ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ്, അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു ബൾജിങ് കൊണ്ടിട്ട് നമ്മുടെ സെപ്റ്റത്തിൻ്റെ ആൻറ്റീരിയർ സുപ്പീരിയർ പാർട്ടിനുണ്ടാകുന്ന എലിവേഷനാണ് ടോറസ് അയോട്ടിക്കസ് എന്ന് പറഞ്ഞത്. അതായത് അയോട്ടയുടെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്ന എലിവേഷൻ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ടോറസ് അയോട്ടിക്കസ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഒരു ടെൻഡൻ ഓഫ് ടൊഡാരോ പറഞ്ഞല്ലേ, അതിൻ്റെ ഇടയിലായിട്ട് കണ്ടോ, നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയോ ചേർന്നിട്ടൊരു ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. എന്തായാലും ഒരു സൈഡിൽ നമുക്ക് മനസ്സിലായി എന്തുണ്ടെന്ന്, ഒരു ടെൻഡൻ ഓഫ് ടൊഡാരോ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇങ്ങനെ ഒരു അവിടെ ആ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിളാണ്, അതായത് നമ്മുടെ സെപ്റ്റൽ വാളിലുണ്ടാകുന്ന ഒരു ട്രയാങ്കുലാർ ഏരിയയാണ് ട്രയാങ്കിൾ ഓഫ് കോച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബൗണ്ടറീസിനുള്ളിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് നോക്കണം. സുപ്പീരിയർലി എന്താണുള്ളത്? സുപ്പീരിയർലി ഉള്ളതാണ് നമ്മുടെ ഏത് ടെൻഡൻ ഓഫ് ടൊഡാരോ ഉണ്ട്. അത് കൂടാതെ ആൻറ്റീരിയർലിയും പോസ്റ്റീരിയർലിയും വരുന്നുണ്ട്. ആൻറ്റീരിയർലി എന്താണുള്ളത്? ആൻറ്റീരിയർലി എന്ന് വെച്ചാൽ നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവിൽ ഇതാ കണ്ടോ, ഈ ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്ന ആൻറ്റീരിയർലി ആയിട്ട് നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവ്. എന്താണ് ട്രൈക്കസ്പിഡ് വാൽവ് എന്നൊക്കെ അറിയാമല്ലോ, റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ആ ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ ഒരു സെപ്റ്റൽ ലീഫ്ലെറ്റ് വരുന്നുണ്ട് ആൻറ്റീരിയർലി. അതിൻ്റെ ജസ്റ്റ് പോസ്റ്റീരിയർലി ആയിട്ട് എന്താണ് വരുന്നത്? കൊറോണറി സൈനസും വരുന്നുണ്ട്. അതിങ്ങനെ ഇത് മൂന്നും കൂടെ ടെൻഡൻ ഓഫ് ടൊഡാരോയും കൊറോണറി സൈനസും സെപ്റ്റൽ ലീഫ്ലെറ്റ് ഓഫ് ട്രൈക്കസ്പിഡ് വാൽവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് എന്തെന്ന് പറയുന്നത്, ട്രയാങ്കിൾ ഓഫ് കോച്ച്. എ വി നോഡ് ലൈസ് ഇൻ ദിസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറീസ് നോക്കി വെച്ചേക്കണം. ബൗണ്ടറീസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടുണ്ട്. ഓക്കെ, ബൗണ്ടറീസ് ഓഫ് കോച്ച് ട്രയാങ്കിൾ ഈസ് നോട്ട് ഫോംഡ് ബൈ, ഏതാണ് ഇതിനകത്തുള്ളത്? നമ്മൾ പറഞ്ഞു ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ റിങ്, ആൻറ്റീരിയർലി പറഞ്ഞു, പോസ്റ്റീരിയർലി കൊറോണറി സൈനസ് ഉണ്ടായിരിക്കും, സുപ്പീരിയർലി എന്ത് പറഞ്ഞു, ടെൻഡൻ ഓഫ് ടൊഡാരോ പറഞ്ഞു. അപ്പം ലിംബസ് ഫോസ ഓവാലിസ് അവിടെ വരുന്നില്ല അല്ലേ, അത് ഫോസ ഓവാലിസിൻ്റെ ഷാർപ്പ് മാർജിൻ ആയിരിക്കും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ? കുറച്ച് ഏരിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? സ്ലോ എങ്ങാനോ ആക്കണോ? എന്തെങ്കിലും സജഷൻ ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യാമോ? ഓക്കെ, ഇനി വാൽവ്സ് ഒന്നും ഞാൻ അത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ വായിച്ചോണം വാൽവ്സും അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിക്കോണം കേട്ടോ. There are two pair of valves in the heart, a pair of atrioventricular valve and a pair of semilunar valve ഉണ്ടല്ലേ. റൈറ്റ് atrioventricular valve ആണെങ്കിൽ ട്രൈക്കസ്പിഡ് ആണ്, അതിന് 3 കസ്പ് ഉണ്ട്. ഉണ്ടോ ട്രൈക്കസ്പിഡ്, ആൻറ്റീരിയർ പോസ്റ്റീരിയർ സെപ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ലെഫ്റ്റ് atrioventricular വാൽവ് ആണെങ്കിൽ ബൈക്കസ്പിഡ് 2 കസ്പ്. പിന്നെ സെമി ലൂണാർ വാൽവ് ഉണ്ട്, ഇൻക്ലൂഡ് അയോട്ടിക് ആൻഡ് പൾമണറി വാൽവ്, സെമി ലൂണാർ കസ്പ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ആ പോർഷൻ കുറച്ചും കൂടെ ഉണ്ട്, അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തത്, അതും കൂടെ ഒന്ന് നോക്കിക്കോണേ. ഇനി അടുത്ത ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ മാത്രം ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ആക്ച്വലി അതിനുള്ളിൽ ഇത് കണ്ടോ, ഇതൊരു ഇൻറ്റേർണൽ വ്യൂ ആണ് കേട്ടോ. റൈറ്റ് വെൻട്രിക്കിളിനെ നമ്മൾ അതായത് ഇത് ചെയ്ത് മാറ്റുമ്പോൾ കട്ട് സെക്ഷൻ നോക്കുമ്പോൾ ഉള്ളതാണ്. അതിനുള്ളിൽ കുറേ എന്തുണ്ട്, പാപ്പിലറി മസിൽസ് ഉണ്ട്. അത് കൂടാതെ കുറേ ട്രബിക്കുലേസ് ഉണ്ട് കേട്ടോ. ട്രബിക്കുലേ ഒരു ക്വസ്റ്റ്യനിൽ അത് കണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തത്. ട്രബിക്കുലേ കാർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കുലാർ പ്രൊജക്ഷൻ ഇൻഫ്ലോവിങ് പാർട്ട് ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ ആണ് ട്രബിക്കുലേ കാർണിയ എന്നുള്ളത്. അത് എന്താ പറയുക, ഒരു സ്പോഞ്ച് ലൈക്ക് അപ്പിയറൻസ് ആണ് കേട്ടോ. ട്രബിക്കുലർ കോർണിയ ഈസ് പ്രസൻറ്റ് ഇൻ റൈറ്റ് വെൻട്രിക്കിൾ ആണ്. അപ്പോൾ ബാക്കി റൈറ്റ് ഏട്രി മാത്രമേ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി പോർഷൻസ് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് ഏട്രിയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് വായിച്ചു വെച്ചേക്കണം. എന്തെങ്കിലും ടെർമിനോളജീസ് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു. ഇനി അടുത്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹാർട്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് ഹാർട്ട് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കാം. എംബ്രിയോളജിയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. ഇത് നമ്മുടെ ഒരു ഗ്യാസ്ട്രുലേഷൻ സ്റ്റേജിൽ സെക്കൻഡ് വീക്ക് മുതലായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് കേട്ടോ. ഇതാണ് ഒരു ഹാർട്ട് ട്യൂബിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനുള്ളിൽ കണ്ട ഹാർട്ട് ട്യൂബിൻ്റെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, 2 എൻഡിലായിട്ട് വരും.
ഒരു എൻഡ് കുറച്ച് ബ്ലൂ കളറിലും കൊടുത്തിട്ടുണ്ട്. ഒരു എൻഡ് നമുക്ക് ആർട്ടീരിയൽ എൻഡ് ആയിട്ടും വരാം അല്ലേ, രണ്ട് എൻഡും, ഒരു ആർട്ടീരിയൽ എൻഡും ഉണ്ട്, വീനസ് എൻഡും ഉണ്ട്. അത് കൂടാതെ ഒരു ബൾബസ് കോർഡിസ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ട്രക്ചർ കണ്ടോ, പിന്നെ ഒരു പ്രിമിറ്റീവ് വെൻട്രിക്കിൾ ഉണ്ട്, പ്രിമിറ്റീവ് ഏട്രിയം ഉണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ ഓർത്ത് വെച്ചാൽ മതി. ഒരു ആർട്ടീരിയൽ എൻഡും ഉണ്ട്, ഒരു വീനസ് എൻഡും ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ഒരു ബൾബസ് കോർഡിസ് ഉണ്ട്, പ്രിമിറ്റീവ് വെൻട്രിക്കിളും പ്രിമിറ്റീവ് ഏട്രിയം. ഓരോ സ്ട്രക്ചറും ഏതേത് ഏരിയയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഞാൻ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആർട്ടീരിയൽ എൻഡിനെയാണ് നമ്മൾ ട്രങ്കസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന ഡെവലപ്പ് ചെയ്ത് വരുന്ന എന്തായിരിക്കും? ട്രങ്കസ് ആർട്ടീരിയോസസ് ആണ്, ഓർ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ബൾബസ് കോർഡിസ് ആണ്. അതിൽ ഫോംസ് എന്തൊക്കെയായിരിക്കും? ആ പേരിൽ തന്നെ ആർട്ടീരിയലിൽ നിന്നാണ് അസെൻഡിങ് അയോട്ടയും നമ്മുടെ പൾമണറി ട്രങ്കും വരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി അറിയേണ്ടത് നമ്മുടെ ഏട്രിയം ഇതിൽ നിന്നാണെന്നുള്ളത് അല്ലേ. റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ഓരോരോ പോർഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു റൈറ്റ് ഏട്രിയത്തിന് ഒരു റഫ് ആൻറ്റീരിയർ പാർട്ടും സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ ഈ റഫ് ആൻറ്റീരിയർ പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞില്ലേ പ്രിമിറ്റീവ് ഏട്രിയത്തിൽ നിന്നാണ് വരുന്നത്. സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ട് സൈനസ് വീനോസസും, അതായത് വീനസ് എൻഡിലായിട്ട്, നമ്മൾ ഈ ഒരു എൻഡിലായിട്ടുള്ള ആർട്ടീരിയൽ എൻഡിൽ ട്രങ്കസ് ആർട്ടീരിയോസസ് പറഞ്ഞ കണക്ക് തന്നെ വീനസ് എൻഡിൽ സൈനസ് വീനോസസിന്റെ അബ്സോർപ്ഷൻ, അതിന്റെ റൈറ്റ് ഹോണിൽ നിന്ന് അബ്സോർപ്ഷനിൽ നിന്നാണ് സ്മൂത്ത് പാർട്ട് വരുന്നത്. അതുകൊണ്ടാണ് റൈറ്റ് ഏട്രിയത്തിന്റെ ആ ഒരു സ്മൂത്ത് പാർട്ടിന് നമ്മൾ എന്ത് പറഞ്ഞു? സൈനസ് വിനേറോ എന്ന് പറഞ്ഞു അല്ലേ, സൈനസ് വിനേറം പറഞ്ഞു. അടുത്തയാണ് റഫ് പാർട്ട് ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം. എങ്ങനെ തന്നെയായിരിക്കും? പ്രിമിറ്റീവ് ഏട്രിയൽ ചേംബറിൽ നിന്നാണ്. സ്മൂത്ത് പോർഷൻ ആണ് എന്ത് വരുന്നത്? പൾമണറി വെയിൻസിന്റെ അബ്സോർപ്ഷനിൽ നിന്ന്. നെക്സ്റ്റ് റൈറ്റ് വെൻട്രിക്കിളിനും ഉണ്ട് ഇതേ കണക്ക്. എന്ത് രണ്ട് പോർഷൻസ് ഉണ്ട്? റഫ് പോർഷനും ഉണ്ട്, സ്മൂത്ത് പാർട്ടും ഉണ്ട് അല്ലേ. റൈറ്റ് വെൻട്രിക്കിളിന്റെ റഫ് പാർട്ട് ആണെങ്കിൽ നമ്മൾ ട്രങ്കസ് ആർട്ടീരിയോസിസ് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ ഒരു ബൾബസ് കോർഡിസ് പറഞ്ഞല്ലേ. ആ ബൾബസ് കോർഡിസിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിന്റെ സ്മൂത്ത് പാർട്ടും റഫ് പാർട്ടും എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ബൾബസ് കോർഡിൽ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ മൊത്തത്തിൽ കൊടുത്തേക്കുന്നത് ബൾബസ് കോർഡിസിൽ നിന്നാണ് അല്ലേ. അതിന്റെ പ്രോക്സിമൽ പോർഷനിൽ നിന്നും അതിന്റെ പിന്നെ മിഡിൽ പോർഷനിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് കേട്ടോ. റൈറ്റ്. ലെഫ്റ്റ് ആണെങ്കിലോ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഏട്രിയം പറഞ്ഞ കണക്ക് തന്നെ അതിന്റെ റഫ് പാർട്ട് പ്രിമിറ്റീവ് ഏട്രിയം ആണെങ്കിൽ ഇവിടെ പ്രിമിറ്റീവ് വെൻട്രിക്കിൾ നിന്നായിരിക്കും. സ്മൂത്ത് പാർട്ട് മാത്രമേ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ, ബൾബസ് കോർഡിന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. റൈറ്റ് ആണെങ്കിൽ എല്ലാം ബൾബസ് കോർഡിസിന്റെ റഫ് ആണെങ്കിലും സ്മൂത്ത് ആണെങ്കിലും ബൾബസ് കോർഡിസിന്റെ പ്രോക്സിമലും മിഡിൽ പോർഷനിൽ നിന്നായിരിക്കും. പക്ഷെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ അതിന്റെ പ്രിമിറ്റീവ് വെൻട്രിക്കുലർ ചേംബറിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബൾബസ് കോർഡിസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ സെപ്റ്റം പ്രൈമും ഫോസ ഓവാലിസ്, സെപ്റ്റം സെക്കൻഡും നിംബസ് ഫോസ ഓവാലിസ്. പിന്നെ ഹാർട്ട് ഈസ് ഫുള്ളി ഫങ്ഷണൽ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് ഓഫ് ഇൻട്രായൂട്രിൻ ലൈഫ്. ആ ഡെവലപ്മെന്റ് മാത്രം ഏതിൽ നിന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ലെഫ്റ്റ് വെൻട്രിക്കിൾ നമ്മൾ പറഞ്ഞു, അതിന് ഹോൾ ഓഫ് ദ പ്രിമിറ്റീവ് റഫ് പാർട്ടും എവിടെ നിന്നാണ്? പ്രിമിറ്റീവ് വെൻട്രിക്കുലർ ചേംബറിൽ നിന്നായിരിക്കും. ട്രങ്കസ് ആർട്ടീരിയോസിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മുടെ അയോട്ടയും പൾമണറി ട്രങ്കും പറഞ്ഞു. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ബൾബസ് കോർഡിസിൽ നിന്നാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പ്രോക്സിമലും മിഡിൽ ഇതിൽ നിന്നാണ് റഫും സ്മൂത്തും പാർട്ട് വന്നിരിക്കുന്നത്. ഇത്രയുള്ളതിനകത്ത് അടുത്താണ് നെക്സ്റ്റ് ഡെവലപ്മെന്റിൽ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇത് തന്നെ വെൻട്രിക്കിളിന്റെ കാര്യമോ അല്ലെങ്കിൽ ട്രങ്കസ് ആർട്ടീരിയോസിസം, അത് രണ്ടും ഒന്ന് നോക്കി വെച്ചാൽ മതിയോ. പിന്നെ അയോട്ടയിൽ തൊറാസിക് അയോട്ടയുടെ കുറച്ച് പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാർജസ്റ്റ് ആർട്ടറിയാണ് ഓഫ് ദ ബോഡി, റിസീവ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതിന് തന്നെ അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, T12 ശേഷം അബ്ഡമൽ അയോട്ട അല്ലേ. അതിൽ തന്നെ നമുക്ക് ആദ്യം അസെൻഡിങ് അയോട്ട ഡിസ്കസ് ചെയ്യാം. അസെൻഡിങ് അയോട്ടയിൽ നമുക്ക് ഒരു 3 ഡയലറ്റേഷൻസ് കാണും. അതിനെയാണ് 3 ഡയലറ്റേഷൻസും അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു അയോട്ടിക് ബൾബും ഉണ്ട് കേട്ടോ. ഈ 3 ഡയലറ്റേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോട്ടിക് സൈനസസ് ഓഫ് വാൽസാൽവ എന്ന് പറയും കേട്ടോ. ഇതിൽ കണ്ടോ നിങ്ങൾ? കുറെ ഡയലറ്റേഷൻസ് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഡയലറ്റേഷൻസ്? ആന്റീരിയർ അയോട്ടിക് സൈനസ് ഉണ്ട്, ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ് ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റും പോസ്റ്റീരിയർ അയോട്ടിക് സൈനസസ് ഉണ്ട്. അപ്പം
ആൻറ്റീരിയറും ഉണ്ട് പോസ്റ്റീരിയറും ഉണ്ട്. മൊത്തം 3 അയോട്ടിക് സൈനസസും ഉണ്ട്, ഒരു അയോട്ടിക് ബൾബും ഉണ്ട് കേട്ടോ. ഈ അയോട്ടിക് സൈനസസ് തന്നെ ആൻറ്റീരിയർ ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ് ഉണ്ട്. ടോട്ടലി 3 ഡയലറ്റേഷൻസ് ആണ് ഏതിനകത്തുള്ളത്, അസെൻഡിങ് അയോട്ടയിലുള്ളത്. ഈ അസെൻഡിങ് അയോട്ടയുടെ ഈ ഡയലറ്റേഷൻസിനെയാണ് സൈനസസ് ഓഫ് വാൽസാൽവ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആൻറ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നാണ് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി അല്ലേ, ഹാർട്ടിന്റെ മെയിൻ ബ്ലഡ് സപ്ലൈസ് ആണ് കൊറോണറി ആർട്ടറീസ്. അപ്പം റൈറ്റ് കൊറോണറി ആർട്ടറി അറേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൻറ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നാണ്. കഴിഞ്ഞു. പക്ഷെ ലെഫ്റ്റ് ആണെങ്കിലോ, ലെഫ്റ്റ് വരുമ്പോൾ നമുക്ക് പോസ്റ്റീരിയറിൽ എന്തുണ്ട്, ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി അറേസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് പോസ്റ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നാണ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇതിൽ നിന്നാണ് റൈറ്റും ലെഫ്റ്റും കൊറോണറി ആർട്ടറീസിന്റെ ഒറിജിൻ. റൈറ്റ് കൊറോണറി ആർട്ടറി അറേസിംഗ് ഫ്രം ആൻറ്റീരിയർ അയോട്ടിക് സൈനസിൽ നിന്നാണ്. ഇനി അടുത്ത അത് അത്രയും മാത്രമേ അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ആണ് ആർച്ച് ഓഫ് അയോട്ട. പിന്നെ നമുക്കറിയാം ഈ അസെൻഡിങ് അയോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വെൻട്രിക്കിളിൽ നിന്നാണ് അല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ T4 thoracic vertebrae അടുത്ത് എൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ആർച്ച് ഓഫ് അയോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർച്ച് ഓഫ് അയോട്ട അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എൻഡ് ചെയ്യുവാണ്. T4ന്റെ അടുത്ത് നിന്നാണ് പിന്നീട് ഡിസെൻഡിങ് അയോട്ട സ്റ്റാർട്ട് ചെയ്ത് T12 വരെ എത്തും. അതിനുശേഷം അത് എന്ത് ചെയ്യും, thoracic aorta അവിടെ എൻഡ് ചെയ്തതിന് ശേഷം abdominal aorta സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആർച്ച് ഓഫ് അയോട്ട കണ്ടിന്യൂഷൻ ഓഫ് അസെൻഡിങ് അയോട്ടയാണ്. ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ സുപ്പീരിയർ മീഡിയാസ്റ്റിനം ആണ് കേട്ടോ. സുപ്പീരിയർ മീഡിയാസ്റ്റിനം ബിഹൈൻഡ് ദ ലോവർ ഹാഫ് ഓഫ് ദ മാനിബ്രിയം സ്റ്റേണൻ. ഇനി അതിന്റെ ബ്രാഞ്ചസ് ആണ്, ബ്രാക്യോസെഫാലിക് ആർട്ടറീസ് ഉണ്ട്, റൈറ്റ് കോമൺ കരോട്ടിഡ്, റൈറ്റ് സബ്ക്ലേവിയൻ. ബ്രാക്യോസെഫാലിക്കിന്റെ 2 ബ്രാഞ്ചസ് ആണ്. അത് കൂടാതെ നമുക്കറിയാലോ ലെഫ്റ്റ് കോമൺ കരോട്ടിഡും ലെഫ്റ്റ് സബ്ക്ലേവിയൻ, അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. ബ്രാക്യോസെഫാലിക്കിന്റെ മാത്രമേ ചിലപ്പം അത്ര ഒരു ഓർമ്മ കാണാതുള്ളൂ അല്ലേ. അടുത്താണ് നമ്മൾ പറഞ്ഞത് T4ന്റെ അടുത്ത് നിന്ന് ഡിസെൻഡിങ് thoracic അയോട്ട കണ്ടിന്യൂ ചെയ്ത് പോകും. ഡിസെൻഡിങ് അയോട്ട പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനത്തിന്റെ കണ്ടന്റ് ആണ് ഡിസെൻഡിങ് thoracic അയോട്ട. നേരത്തെ പറഞ്ഞില്ലേ, അതൊന്നും നോക്കിയേക്കാണ്. ആർച്ച് ഓഫ് അയോട്ട സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിന്റെ ആണ്. അടുത്ത അന്യൂറിസംസ് ഒക്കെ നിങ്ങൾ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അസെൻഡിങ് അയോട്ടയുടെ നമ്മൾ പറഞ്ഞു, സൈനസസും ഉണ്ട്, അതിന്റെ ജസ്റ്റ് ഒരു അയോട്ടിക് ബൾബും ഉണ്ട് സെൻട്രലായിട്ട്. ഈ അയോട്ടിക് ബൾബിലാണ് അന്യൂറിസംസ് കോമൺ ആയിട്ട് വരുന്നത്. എന്തായിരിക്കും, ലോക്കലൈസ്ഡ് ഡയലറ്റേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അന്യൂറിസംസ് എന്ന് പറയുന്നത്. അപ്പം ലാർജ് അന്യൂറിസം ആണെങ്കിൽ അത് ട്രക്കിയനെയും ഈസോഫാഗസിനെയൊക്കെ കംപ്രസ് ചെയ്യുകയും അതിന് റപ്ചർ ഉണ്ടായിട്ട് ഹീമോപെരിക്കാർഡിയൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വായിച്ചോ. നെക്സ്റ്റ് ഒരു അയോട്ടിക് നക്കിൾ എന്താണെന്നുള്ളതെന്ന് പറഞ്ഞേക്കാം. ഈ ആർച്ച് ഓഫ് അയോട്ട, ഇത് നമ്മുടെ ഒരു ചെസ്റ്റ് PA വ്യൂ എടുക്കുമ്പം ഈ ആർച്ച് ഓഫ് അയോട്ട ഒരു സ്മോൾ ബൾബിലേക്ക് പ്രൊജക്ഷൻ ഉണ്ട് ആർച്ച് ഓഫ് അയോട്ടയുടെ. അതിനെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്, കണ്ടോ, അയോട്ടിക് നക്കിൾ എന്ന് പറഞ്ഞേക്കുന്നത്. അടുത്ത ഒരു കോയാക്ടേഷൻ ഓഫ് അയോട്ട. എന്താണ് കോയാക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺജനൈറ്റൽ നാരോയിങ് ആണല്ലേ, ആർച്ച് ഓഫ് അയോട്ടയുടെ ഒരു കൺജനൈറ്റൽ നാരോയിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ലൂമൻ റെഡ്യൂസ് ചെയ്ത് പോകും. ഈ ഒരു പിക്ചർ നോക്കിക്കേ, 2 ടൈപ്പായിട്ട് നമുക്ക് ആ ഒരു കോയാക്ടേഷൻസ് വരാം. എന്താണ് PD എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക് അല്ലേ, പൾമണറി ട്രങ്കും അയോട്ടയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലേ നമ്മുടെ PDA, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പം അതിന് തൊട്ട് മുന്നിലായിട്ടും എന്തുണ്ടാകാം, കോയാക്ടേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രീ ഡക്റ്റൽ കോയാക്ടേഷൻസ് എന്ന് പറയും. അതിന് ശേഷമാണെങ്കിൽ ഡിസ്റ്റലായിട്ട് വരുന്നതാണെങ്കിൽ അതിനെ പോസ്റ്റ് ഡക്റ്റൽ കോയാക്ടേഷൻസ് എന്നും പറയാം. ഓക്കെ, ഇതിൽ ലിഗമെന്റും ആർട്ടീരിയോസും അതിന്റെ ഇത് പിന്നീട് PDA ചേഞ്ച് ആവുന്നതാണ് അല്ലേ, ലിഗമെന്റും ആർട്ടീരിയോസ്. അപ്പോൾ അതിന് തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ പ്രീ ഡക്റ്റലും പിന്നീട് അതിന് ശേഷമാണെങ്കിൽ പോസ്റ്റ് ഡക്റ്റൽ എന്നും പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഒരു പ്രീ ഡക്റ്റൽ കോയാക്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ എങ്ങോട്ടേക്ക് പോകത്തില്ല. അതിന്റെ ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞ അസെൻഡിങ് അയോട്ടയാണ് അല്ലേ. അസെൻഡിങ് അയോട്ടയിൽ നിന്ന് താഴോട്ടേക്ക് ഡിസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് പിന്നെ അബ്ഡമനിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും റീഡക്റ്റൽ വരുമ്പോഴത്തേക്ക്. പക്ഷെ അതിന് പ്രകാരം ഈ ഒരു ഏരിയയിൽ എങ്ങനെയായിരിക്കും, ആർച്ച് ഓഫ് അയോട്ടയുടെ ഡിവിഷനിൽ ഈ ബ്രാക്യോസെഫാലിക് ആർട്ടറിയിലാണെങ്കിലും ലെഫ്റ്റ് കോമൺ കരോട്ടിലാണെങ്കിലും ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറീസിലെല്ലാം എന്തായിരിക്കും, ബ്ലഡ് അങ്ങ് പൂൾ ചെയ്യുമല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള ബ്ലഡ് പൂളിംഗ് ഉണ്ടാവും. ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി നമ്മുടെ ലെഫ്റ്റ് സൈഡിലും പിന്നെ നമ്മുടെ ബ്രെയിനിലേക്ക്, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ റൈറ്റ് സബ്ക്ലേവിയനും ഉണ്ട്, റൈറ്റ് കോമൺ കരോട്ടിഡ്, ഇവിടെ എല്ലാം കൂടുതലായിട്ട് ബ്ലഡ് സപ്ലൈ വരും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കറിയാം നമ്മുടെ ഈ സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ഇന്റേണൽ തൊറാസിക് ആർട്ടറീസ് അല്ലേ. സബ്ക്ലേവിയൻ ആർട്ടറി അപ്പൊ തന്നെ കൊളാറ്ററൽ ഫോം ചെയ്യും. ഇന്റേണൽ തൊറാസിക് ആർട്ടറി അതായത് അതിലേക്ക് സപ്ലൈ കൊടുക്കും. ഇന്റേണൽ തൊറാസിക് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് കേട്ടോ. ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ റിബ്സ് ഇല്ലേ, റിബ്സിന്റെ ആ ഇന്റർകോസ്റ്റൽ സ്പേസിലുള്ളതാണ് ഇന്റർകോസ്റ്റൽ ആർട്ടറീസ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ സബ്ക്ലേവിയനിലും മറ്റു കൂടുതലായിട്ട് ബ്ലഡിന്റെ പമ്പിങ് വരുമ്പോഴത്തേക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് അതിന്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് പ്രഷർ വരികയും ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് എന്ത് ചെയ്യും, ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറീസ് ഉടനെ പോയിട്ട് നമ്മുടെ റിബ്സിനിടയിലല്ലേ ഇരിക്കുന്നത്, ഈ ഇന്റർകോസ്റ്റൽ ആർട്ടറീസിന് പ്രഷർ കയറിയിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മുടെ റിബിനെ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ആ പ്രഷർ നിന്ന് ബൊമ്പാർഡ് ചെയ്ത് അവിടെ എന്തുണ്ടാവും, നോച്ച് ഡെവലപ്പ് ചെയ്യും. കണ്ടോ, റിബ് നോച്ച് കണ്ടോ, ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാർഡിയോളജിയിലൊക്കെ എടുക്കും കേട്ടോ, എടുത്ത് കാണുമല്ലോ, അല്ലെങ്കിൽ ഇനി എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ PD എന്താണെന്നൊക്കെ അറിയാമല്ലോ. റൈറ്റ് പൾമണറിയും ഇത് അയോട്ടയും തമ്മിലുള്ള ഇതാണ്. നോർമലി അത് ഇതായി പോവല്ലേ, ലിഗമെന്റ് ആർട്ടീരിയോസ് ആയിട്ട് ആയി പോവും. ആഫ്റ്റർ ബർത്തിന് ശേഷം ഒബ്ലിറ്ററേറ്റ് ചെയ്ത് ഇൻ കേസ് അത് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, പിന്നെ സർജിക്കൽ കറക്ഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ജസ്റ്റ് ഞാൻ ബ്രാഞ്ചസ് മാത്രം പറയാം. സപ്ലൈ ഒക്കെ നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചേക്കണം. ഹാർട്ടിൽ ബ്ലഡ് സപ്ലൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഇതിൻ്റെ ഏതാണ് എവിടെയാണെന്നുള്ളതൊന്ന് വായിച്ചു വെച്ചേക്കണേ. റൈറ്റ് കൊറോണറി ആയിട്ട് നമ്മൾ പറഞ്ഞ ആൻറ്റി റയോട്ടിക് സൈനസും മറ്റേത് ലെഫ്റ്റ് പോസ്റ്റീരിയറിലും പറഞ്ഞല്ലേ. ഇതിന്റെ ബ്രാഞ്ചസ് ആണ്, റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. ഏട്രിയൽ ബ്രാഞ്ചസ് ഉണ്ട്, റൈറ്റ് കോണസ് ആർട്ടറീസ് ഉണ്ട്, വെൻട്രിക്കുലാർ ബ്രാഞ്ചസ് ഉണ്ട്, പോസ്റ്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ബ്രാഞ്ചും റൈറ്റ് മാർജിനൽ ബ്രാഞ്ചസ് ഒക്കെ നോക്കിക്കോണം. ഇത് തന്നെ ഈ റൈറ്റ് കൊറോണറി ആർട്ടറീസിന്റെ ഒരു ഏട്രിയൽ ബ്രാഞ്ചസിനെയാണ് SA നോഡൽ ആർട്ടറി എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. 60% കേസസിലും ഈ SA നോഡൽ ആർട്ടറീസ് റൈസ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആണ് ലാർജർ ദാൻ റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതിന് ആന്റീറിയർ ഇന്റർവെൻട്രിക്കുലാർ ബ്രാഞ്ചും ഉണ്ട്, സർക്കംപ്ലെക്സ് ബ്രാഞ്ചും ഉണ്ട് കേട്ടോ. വായിച്ചു നിങ്ങൾ അതിന് ഇടയ്ക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കിക്കോ. ആനുലസ് ഓഫ് വീസൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താന്ന് നോക്കിക്കേ. ഇവിടെ കണ്ടോ, ഒരു നെക്ലേസ് ഒക്കെ പോലെ നമുക്ക് ഒരു അനസ്തമോസിസ് കണ്ടോ. ഈ കോണസ് ആർട്ടറീസിന്റെ ഒരു അനസ്തമോസിസ് ആണ് കേട്ടോ. അതിനെയാണ് ആനുലസ് ഓഫ് വീസൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അതിൽ റൈറ്റ് കോണസ് ആർട്ടറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ, റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള റൈറ്റ് കോണസ് ആർട്ടറിയും ഇനി അടുത്ത നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ ലെഫ്റ്റ് കോണസ് ആർട്ടറി. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്, ഒരു സർക്കിൾ പോലെ ഫോം ചെയ്യും. അതിനെയാണ് ആനുലസ് ഓഫ് വീസൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി പറഞ്ഞത്. ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ബ്രാഞ്ചും പറഞ്ഞു, സർക്കംഫ്ലെക്സ് ബ്രാഞ്ചും പറഞ്ഞു. അതിൽ തന്നെ ആന്റീരിയർ ഇന്റർവെൻട്രിക്കുലാർ ബ്രാഞ്ചാണ് ലാർജ് ബ്രാഞ്ചായിട്ട് പറഞ്ഞേക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ തന്നെ ഒരു ലാർജ് ബ്രാഞ്ചാണ് ഏതെന്ന് പറഞ്ഞേക്കുന്നത് ലെഫ്റ്റ് ഡയഗണൽ ആർട്ടറി. പിന്നെ അടുത്തെയാണ് അത് കണ്ടിന്യൂ ചെയ്തിട്ടാണ് എന്ത് നെക്സ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്താണ് സർക്കംഫ്ലെക്സ് ബ്രാഞ്ച് വന്നേക്കുന്നത് കേട്ടോ. അതും അതിൻ്റെ ബ്ലഡ് സപ്ലൈ നിങ്ങളൊന്ന് നോക്കിക്കോണേ, ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വായിക്കാൻ മനസ്സിലാവും, സിമ്പിളാണ്. ആ പിക്ചർ വെച്ചൊന്ന് വായിച്ചുകൊണ്ടാൽ മതി. ബ്ലഡ് സപ്ലൈ ടു ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റം ഏതാണ്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ 2/3 ആന്റിയർ 2/3 ലെഫ്റ്റ് കൊറോണറി ആണ്. ബാക്കി 1/3 മാത്രമേ ഉള്ളൂ റൈറ്റ് കൊറോണറി ആർട്ടറി വരുന്നത് കേട്ടോ. ഇന്റർവെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ ബ്രാഞ്ചസും ആ ഒരു ആനുലസ് ഓഫ് വീസൻസ് അത് രണ്ടും ഒന്ന് നോക്കിയാൽ മതി. ഹാർട്ടിൻ്റെ ഓൾമോസ്റ്റ് കുറേ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ഓസ്റ്റിയോളജി കുറച്ചൊന്ന് നോക്കാമേ. ഇതിൽ സ്റ്റേണത്തിൻ്റെ ഇത് മാനിബ്രിയം ഉണ്ട്, ബോഡി ഉണ്ട്, സിഫോയിഡ് പ്രോസസ് ഉണ്ട്. അതിൽ കുറച്ച് പോയിന്റ്സ് മാത്രം പറയാമേ. സുപ്രാസ്റ്റേണൽ അല്ലെങ്കിൽ ജുഗുലാർ നോച്ച് ഉണ്ട് കേട്ടോ. എന്താണ് അതായത് മാനിബ്രിയം സ്റ്റേണയുടെ അതായത് സുപ്പീരിയർ ബോർഡർ ഓഫ് ദ മാനിബ്രിയം സ്റ്റേണയാണ് സുപ്രാസ്റ്റേണൽ നോച്ച്. ഇൻ ബിറ്റ്വീൻ 2 ക്ലാവിക്കുലാർ നോച്ച് ഉണ്ട്. അടുത്ത ഒരു പോയിന്റ് ആണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്, സ്റ്റേണൽ ആംഗിൾ എന്നുള്ളത് കേട്ടോ. ഈ സുപ്രാസ്റ്റേണൽ നോച്ച് കണ്ടോ, അതിന് ജസ്റ്റ്
ബിലോ ആയിട്ട് ഒരു ട്രാൻസ്വേഴ്സ് റിഡ്ജ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്, 5 സെൻറ്റിമീറ്റർ ബിലോ ദ സുപ്രാസ്റ്റേണൽ നോച്ച്. നമുക്കൊരു ആംഗിൾ കാണുന്നുണ്ട്, സ്റ്റേണൽ ആംഗിൾ. അതിനെ പറയുന്ന ആംഗിൾ ഓഫ് ലൂയിസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റേണൽ ആംഗിൾ ഓർ ആംഗിൾ ഓഫ് ലൂയിസ് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് റിഡ്ജ് ആണ്, എബൌട്ട് 5 സെൻറ്റിമീറ്റർ ബിലോ ദ സുപ്രാസ്റ്റേണൽ നോച്ച് ആണ്. ഇറ്റ് മാർക്ക് ദ മാനിബ്രിയോ സ്റ്റേണൽ ജോയിന്റ് ഉണ്ട്, ലൈസ് അറ്റ് ദ ലെവൽ ഓഫ് സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ്. ഇതിന്റെ പൊസിഷൻ നോക്കണേ, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് ആൻറ്റീരിയർലി ആയിരിക്കും, പോസ്റ്റീരിയർലി അത് 4th and 5th thoracic vertebra പറയുന്നുണ്ട് കേട്ടോ. പോസ്റ്റീരിയർലി സ്റ്റേണൽ ആംഗിൾ കണ്ടല്ലോ, ഒരു ട്രാൻസ്വേഴ്സ് റിഡ്ജ്. ഇത് കുറച്ച് ഒരു ലാൻഡ് മാർക്ക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇതിന്റെ ലാൻഡ് മാർക്സ് നമ്മൾ പഠിച്ചതാണെന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞങ്ങ് പോവാം. റിബ്സിനെ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു മീഡിയാസ്റ്റിനത്തിനെ സുപ്പീരിയർ ഇൻഫീരിയർ മീഡിയാസ്റ്റിനുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ്. അതായത് ഈ T4 T5 അല്ലെങ്കിൽ സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് അല്ലെങ്കിൽ സ്റ്റേണൽ ആംഗിളിന്റെ ലെവലിൽ. പിന്നെ അസെൻഡിങ് അയോട്ട എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് അല്ലേ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് അസെൻഡിങ് അയോട്ട എൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ആ ഒരു T4 ആ ഒരു T5 ലെവലിലാണ് ആർച്ച് ഓഫ് അയോട്ട എൻഡ് ചെയ്യുന്നതും ബിഗിൻ ചെയ്യുന്നതും എല്ലാം അവിടെയാണ്. ഡിസെൻഡിങ് അയോട്ട ബിഗിൻ ചെയ്യുന്നുണ്ട്. ട്രക്കിയൽ ഡിവിഷൻ ആക്ച്വലി T4 T5 പറയുന്നുണ്ട്, പുതിയതിലായിട്ട് പറയുന്നത് T6 ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ ട്രക്കിയൽ ഡിവൈഡ് ചെയ്യുന്നത് T4 T5 ആ ഒരു ഏരിയയിലായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അസൈഗസ് മെയിൻ ആർച്ചസ് ഓഫ് ദ റൂട്ട് ഓഫ് ദ റൈറ്റ് ലങ്ങും പിന്നീട് സുപ്പീരിയർ വീനക്കാവയിലേക്ക് ഓപ്പൺ ചെയ്യുന്നതും ഈ ഒരു ഏരിയയിലാണ്. പൾമണറി ട്രങ്കിൻ്റെ ഡിവിഷൻസ് ജസ്റ്റ് ബിലോ ദിസ് ലെവലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കാർഡിയാക് പ്ലെക്സസ് ഈ ലെവലിലാണ്. തൊറാസിക് ഡക്ട് ക്രോസ് ചെയ്ത് പോകുന്നതും പിന്നെ അപ്പർ ലിമിറ്റ് ഓഫ് ബേസ് ഓഫ് ദ ഹാർട്ടും എല്ലാം ഇതാണ്. ഇതിൽ ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ചോദിച്ചിട്ട് സ്റ്റേണൽ ആംഗിൾ ആ ഏത് ഏരിയയിലാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ T4 T5 ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ സ്റ്റേണത്തിൽ വേറെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ തൊറാസിക് വോൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. ആൻറ്റീരിയർലി സ്റ്റേണോ ഉണ്ട്, പോസ്റ്റീരിയർലി 12 തൊറാസിക് വെർട്ടിബ്രേസും അതിൻ്റെ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കും ഉണ്ട്. ഈച്ച് സൈഡ്സിലായിട്ട് നമുക്ക് എന്തുണ്ട്, 12 പെയർ ഓഫ് റിബ്സ് ആൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് ഉണ്ട്. ഇനി ഇതിൽ കുറച്ചൊരു റിബ്സ് ഹലോ കണ്ടിന്യൂ ചെയ്യാമോ? കുറച്ച് സ്ലൈഡ്സും കൂടെ ഞാൻ എടുക്കാം, ബാക്കി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ നോക്കി പഠിച്ചുകൊണ്ടാൽ മതി. കുറച്ച് ടൈമും കൂടെ ഞാൻ എടുക്കാമേ. ദർ ആർ 12 പെയർ ഓഫ് റിബ്സ് ഉണ്ട്. അതിൽ തന്നെ ഓൾ റിബ്സും നമുക്കറിയാം പോസ്റ്റീരിയർലി തൊറാസിക് വെർട്ടിബ്രയായിട്ട് എല്ലാ റിബ്സും എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ട്രൂ റിബ്സിലും 2 ഡിവിഷൻസ് ആണ് ഫസ്റ്റ് പറഞ്ഞത്, ട്രൂ റിബ്സും ഫോൾസ് റിബ്സും. ട്രൂ റിബ്സും ഫോൾസ് റിബ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, പോസ്റ്റീരിയർലി എല്ലാം വെർട്ടിബ്രൽ അറ്റാച്ച്മെൻറ്റും ഉണ്ട്, പക്ഷേ ആൻറ്റീരിയറിൽ വെർട്ടിബ്രൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുണ്ടല്ലേ, ഡയറക്റ്റ് ആയിട്ട് വരാതെ വരുന്നുണ്ട്. അതിൽ തന്നെ ട്രൂ റിബ്സിൽ വരുന്നത് ഫസ്റ്റ് 7 റിബ്സ് ആയിരിക്കും. ഫോൾസ് റിബ്സിൽ ബാക്കിയുള്ള എവിടം വരെ 8 മുതൽ 12th റിബ് വരെ എന്തുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എന്തുമായിട്ട് സ്റ്റേണോമായിട്ട് അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, അത് ഏതൊക്കെയാണ് ട്രൂ റിബ് ഒക്കെ ഫോൾസ് റിബ്. 1 to 7 ആണ് ട്രൂ റിബ്, 8 to 12 ആണ് ഫോൾസ് റിബ്. ഇനി അടുത്താണ് ട്രൂ റിബ്സ് എന്താണെന്നൊക്കെ. ഫസ്റ്റ് 7 പെയർ ഓഫ് റിബ്സ് ആർട്ടിക്കുലേറ്റ് ആൻറ്റീരിയർലി വിത്ത് സ്റ്റേണം ത്രൂ ദെയർ എങ്ങനെയാണ് ഡയറക്റ്റ് നമ്മുടെ കോസ്റ്റൽ കാർട്ടിലേജ് വഴി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വെർട്ടിബ്രോ സ്റ്റേണൽ റിബ്സ് അങ്ങനെയൊക്കെ പേര് പറഞ്ഞ് വേണേൽ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം കേട്ടോ, വെർട്ടിബ്രോ സ്റ്റേണൽ റിബ്സിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം വെർട്ടിബ്രോ സ്റ്റേണൽ ഡയറക്റ്റ് കണക്ഷൻ ഓർത്തത് ഫസ്റ്റ് 7 റിബ്സ്. ഇനി അടുത്താണ് ഫാൾസ് റിബ്സിനെ തന്നെ 2 രീതിയിൽ പറയുന്നുണ്ട്. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നും പറയുന്നുണ്ട്, വെർട്ടിബ്രൽ റിബ്സ് എന്നും പറയുന്നുണ്ട്. ആ പേര് വെച്ച് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഈ 8th 9th 10th റിബ്സിന് ഡയറക്റ്റായിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, കോസ്റ്റൽ കാർട്ടിലേജ് 7th കോസ്റ്റൽ കാർട്ടിലേജുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് അത് ആൻറ്റീരിയർലി അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്താണ് ഫ്ലോട്ടിംഗ് റിബ്സ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, 11th 12th റിബ്സിനും ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻറ്റീരിയറിൽ ഒരു ആർട്ടിക്കുലേഷൻ ഇല്ല അല്ലേ, അതിങ്ങനെ നല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം 11th 12th റിബ്സ്. അതുകൊണ്ട് തന്നെ ഇതിനെയാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തയാണ് എറ്റിപ്പിക്കൽ റിബ്സും ഉണ്ട്, ടിപ്പിക്കൽ റിബ്സും ഉണ്ട്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് 2 ആൻഡ് ലാസ്റ്റ് 3 റിബ്സിന് കുറച്ച് പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് റിബൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ അറിയാലോ, ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു റിബാണ് ഫസ്റ്റ് റിബ്. അതുപോലെ സെക്കൻഡ് റിബിനും 10th 11th 12th എല്ലാം കുറേ അധികം പെക്യൂലിയാരിറ്റീസ് അവരുടേതായിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം എറ്റിപ്പിക്കൽ റിബ്സ് എന്ന് പറയുന്നുണ്ട്. 3rd to 9th റിബിന് അങ്ങനെ വലിയ
വലിയ എന്താ പറയാ കോമൺ ആയിട്ട് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ടിപ്പിക്കൽ റിബ്സ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. ഇതാണ് നമ്മുടെ ഒരു ഇതേത് റിബാന്ന് അറിയാലോ, നമ്മുടെ ഫസ്റ്റ് റിബാണ്. ഫസ്റ്റ് റിബിന്റെ പെക്യുലാരിറ്റീസ് കുറച്ച് ഷോർട്ടാണ്, തിക്കാണ്. സാധാ റിബ് കണക്കല്ലേ. ഒരു നോർമൽ ടിപ്പിക്കൽ റിബ് നോക്കിക്കേ, ആന്റീരിയർ എൻഡ് ഉണ്ട്, പോസ്റ്റീരിയർ ആന്റീരിയർ എൻഡ് കണ്ടോ, അതിൻ്റെ കോൺകേവ് ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട്. പോസ്റ്റീരിയർലി നമുക്ക് ഒരു ഹെഡ്, നെക്ക്, ട്യൂബർക്കിൾ പോർഷൻ ഉണ്ട്. പിന്നെ ഷാഫ്റ്റ് കണ്ടോ കോൺവെക്സ് ആയിട്ടാണല്ലേ. ഇത് നോക്കിക്കുക, ഒരു രണ്ട് സർഫസ് ഉള്ള രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിലൊരു കോസ്റ്റൽ ഗ്രൂവ് കാണും. ഈ ബോർഡറിലായിട്ട് ഒരു കോസ്റ്റൽ ഗ്രൂവ് ഉണ്ട്. കൂടാതെ ട്യൂബർക്കിളുണ്ട്. അതിന് തന്നെ ആന്റീരിയർ ആർട്ടിക്കുലാർ പാർട്ടും നോൺ ആർട്ടിക്കുലാർ പാർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയുള്ള റിബ്സ് ആണ് നമ്മുടെ ഈ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ 3 to 9 ആയിട്ടുള്ള റിബ്സ്. അത് അവരെല്ലാം സിമിലർ ഇങ്ങനെ ആയിരിക്കും. നമുക്ക് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതവരെ ടിപ്പിക്കൽ റിബ്സ് എന്ന് പറയാം. പക്ഷേ ഈ റിബും നമ്മുടെ ഫസ്റ്റ് റിബും തമ്മിൽ നല്ല വേരിയേഷൻസ് ഇല്ലേ, അതേപോലെ വേരിയേഷൻസ് ഉള്ളതാണ് ഫസ്റ്റും സെക്കൻഡും പിന്നെ നമ്മുടെ 10th 11th 12th റിബ്സ്. അതുകൊണ്ട് തന്നെ അതിന് എറ്റിപ്പിക്കൽ റിബ്സ് എന്ന് പറയുന്നു. ഓക്കെ, കുറച്ചും കൂടെയൊക്കെ ഉണ്ട് പോയിന്റ്സ്, നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി. അടുത്താണ് സർവൈക്കൽ റിബ്. സർവൈക്കൽ റിബ് നമ്മൾ ക്ലിനിക്കലി പറയാറുണ്ടല്ലേ. സർവൈക്കൽ റിബ് ഈസ് എ റിബ് അറ്റാച്ച്ഡ് ടു C7 വെർട്ടിബ്ര ആണ് കേട്ടോ. അപ്പോൾ C7 വെർട്ടിബ്ര ആയിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന റിബ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസിന്റെ ലോവർ ട്രങ്കിനെ കംപ്രസ് ചെയ്യുകയും അപ്പോൾ അതിന് അൾനാർ സൈഡിൽ പെയിനും പരസ്തേഷ്യാസും ഒക്കെ വരാറുണ്ട്. അത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ വരുമെന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത ഫസ്റ്റ് റിബിന്റെ അറ്റാച്ച്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പിക്ചർ ഉണ്ടാവും, നോക്കിക്കൊണ്ടാൽ മതി. സ്കലിനിയസ് പോസ്റ്റീരിയർ വരത്തില്ല, ആന്റീരിയറും മീഡിയസും സുപ്രാപ്ലൂറൽ മെംബ്രെയിനും എല്ലാം അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് കേട്ടോ. ഇനി വെർട്ടിബ്രൽ കോളം 33 വെർട്ടിബ്ര, സെർവൈക്കൽ 7, തൊറാസിക് 12, ലംബാർ 5 ഒക്കെ അറിയാമല്ലോ. സൈക്രൽ ലെങ്ത് ഓഫ് ദ വെർട്ടിബ്രൽ കോളം 70 സെന്റിമീറ്റർ ആണ് മെയിൽസിൽ, ഫീമെയിൽസിൽ 60 സെന്റിമീറ്റർ പറയുന്നുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് ജസ്റ്റ് ഓർത്തോണ്ടാൽ മതി. തൊറാസിക് ക്യാവിറ്റിന്ന് നമ്മുടെ നെക്വേർഡ് സെപ്പറേറ്റ് ചെയ്ത ഒരു സുപ്രാ പ്ലൂറൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സിപ്സൺ ഫേഷ്യ ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ. സിപ്സൺ ഫേഷ്യ ഇത് ആക്ച്വലി സ്കെലിനിയസ് മിനിമസ് അല്ലെങ്കിൽ പ്ലൂറാലിസ് എന്ന് പറഞ്ഞ ഒരു മസിലിന്റെ ഡീജനറേറ്റഡ് ടെൻഡൻ ആണ് കേട്ടോ. ഈ സിപ്സൺ ഫേഷ്യ സ്കെലിനിയസ് മിനിമസ് നമ്മുടെ നെക്ക് മസിൽസിൽ ഒന്നാണ്. അടുത്ത ഞാൻ തൊറാസിക് വെർട്ടിബ്രയിലേക്ക് പോവുകയാണ്. റിബിലൊക്കെ അത്രേ ഉള്ളു, ഒരുപാടുണ്ട്, പക്ഷെ അത്രയും മതിയാവും നിങ്ങൾക്ക്, അത്രയും ആവശ്യം വരുന്നുള്ളൂ. തൊറാസിക് വെർട്ടിബ്രയുടെ എപ്പോഴും ചോദിച്ചു വരുന്നതാണ്, ഒരു ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ആണ്. അതിന് കോസ്റ്റൽ ഫേസെറ്റ്സ് ഉണ്ട് കേട്ടോ. കോസ്റ്റൽ ഫേസെറ്റ്സ് ആണ് തൊറാസിക് വെർട്ടിബ്രയുടെ ഒരു ഫീച്ചേഴ്സ്. അത് കൂടാതെ നമ്മുടെ വെർട്ടിബ്രയാണ് കേട്ടോ. വെർട്ടിബ്ര നിങ്ങൾ കോസ്റ്റൽ ഫേസെറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അത് കൂടാതെ കുറച്ച് എന്തൊക്കെയുണ്ട്, ബോഡി ഉണ്ട്, ഒരു സ്പൈനസ് പ്രോസസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ റൗണ്ട് ബാസ് പോലെ നമുക്ക് എന്തുണ്ട്, പെഡിക്കിൾസ് ഉണ്ടല്ലേ, പെഡിക്കിൾസ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. പിന്നെ അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ലാമിന ഉണ്ട്. അങ്ങനെ കുറെ ഇതുണ്ട് കേട്ടോ, ജസ്റ്റ് നോക്കിയാൽ മതി. തൊറാസിക് വെർട്ടിബ്രയുടെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് ബോഡിക്കുള്ളിൽ കോസ്റ്റൽ ഫേസെറ്റ് ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. പാർട്ട് നിങ്ങൾ സ്ലൈഡ്സ് നോക്കിക്കൊണ്ടാൽ മതി. ബോഡി, പെഡിക്കിൾസ്, ലാമിന എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ടിപ്പിക്കൽ തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, എറ്റിപ്പിക്കൽ തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്. അതെന്താണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. T2 to T8 ആണ് ടിപ്പിക്കൽ തൊറാസിക് വെർട്ടിബ്ര. T1 to T1 പിന്നെ T9 to T12 ആണ് എറ്റിപ്പിക്കൽ തൊറാസിക് വെർട്ടിബ്ര. പിന്നെ ഈ വെർട്ടിബ്രയും നമ്മുടെ സ്കാപ്പുലയായിട്ടുള്ള ഒരു ലൊക്കേഷൻ വെച്ചിട്ട് പറയോ. സ്പൈൻ ഓഫ് T3 വെർട്ടിബ്ര ആണെങ്കിൽ സ്പൈൻ ഓഫ് ദ സ്കാപ്പുലയിലും, T7 ആണെങ്കിൽ എവിടെ വരുന്നുണ്ട്, ആംഗിൾ ഓഫ് ദ സ്കാപ്പുല. നമ്മൾ സ്കാപ്പുല പറയുമ്പോൾ ഡിസ്കസ് ചെയ്ത് കാണും. പിന്നെ ഓക്കെ, ഇതിൽ നിന്നും ജോയിൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോൾ കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിന്റ്, അതായത് നമ്മുടെ റിബിന്റെ ഹെഡ് നെക്ക് പോർഷൻസ് പറഞ്ഞില്ലേ, അത് നമ്മുടെ വെർട്ടിബ്രയുടെ ബോഡിയും കൂടെ ചേർന്ന് കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിന്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റോ ട്രാൻസ്വേഴ്സ് ജോയിന്റ് ഉണ്ട്. റിബിന്റെ ട്യൂബർക്കിളും വെർട്ടിബ്രയുടെ സൈഡ്സിലുള്ള ആ ഒരു ട്രാൻസ്വേഴ്സ് പ്രോസസ്സും ചേർന്നിട്ടുണ്ടാകുന്ന കോസ്റ്റോ ട്രാൻസ്വേഴ്സ് ജോയിന്റ് പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ് ആണ്.
അത് കൂടാതെ കോസ്റ്റോകോൺഡ്രൽ ജോയിന്റ്സ് ഉണ്ട്, അത് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എവിടെ കണ്ടായിരുന്നു കേട്ടോ. കോസ്റ്റോകോൺഡ്രൽ ജോയിന്റ് എന്ത് വെറൈറ്റി ആണെന്നുള്ളത്, അത് പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റ് ആണ് കേട്ടോ. ബിറ്റ്വീൻ ലാറ്ററൽ എൻഡ് ഓഫ് ദ കോസ്റ്റൽ കാർട്ടിലേജും സ്റ്റേണൽ എൻഡ് ഓഫ് ദ റിബും കൂടെ ചേർന്നിട്ട്. പിന്നെ ഇന്റർകോൺഡ്രൽ ജോയിന്റ്സ് ഉണ്ട് റിബ്സിനിടയ്ക്കുള്ള, അത് പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ്സ് ആണ്. പിന്നെ സ്റ്റേണോ കോസ്റ്റൽ കാർട്ടിലേജ് ജോയിന്റ് ഉണ്ട്, അത് ഫസ്റ്റ് പ്രൈമറി ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് ടു സെവൻത് പ്ലെയിൻ സൈനോവിയൽ ജോയിന്റ് ആണ്. അതിൽ ചോദിച്ച് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻ ഈ കോസ്റ്റോകോൺഡ്രൽ ജോയിന്റ് ആണ് കേട്ടോ. പ്രൈമറി കാർട്ടിലേജിനസ് ജോയിന്റിന്റെ എക്സാമ്പിൾ കോസ്റ്റോകോൺഡ്രൽ ജോയിന്റ്സ്. ജോയിന്റ്സും അതിന്റെ ടൈപ്സും ഒക്കെ പഠിക്കണം, എല്ലാ ചോദിക്കാറുണ്ട്. പിന്നെ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് കേട്ടോ. 3 ഷീറ്റ്സ്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്, ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്, ഇന്നർമോസ്റ്റ് ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. ആ റിബ്സിനിടയ്ക്കുള്ള ഗ്യാപ്പാണ് ഇന്റർകോസ്റ്റൽ സ്പേസസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതിൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ഈ ന്യൂറോവാസ്കുലർ ബണ്ടിൽ, ഇതിൽ നമുക്ക് ഒരു വാൻ അറേഞ്ച്മെന്റ് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഈ വെസൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ വെയിന് ആർട്ടറി നെർവ് എന്ന രീതിയിലാണ് നമ്മുടെ ഇന്റർകോസ്റ്റൽ സ്പേസസിൽ ന്യൂറോവാസ്കുലർ ബണ്ടിൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഈ വാൻ അറേഞ്ച്മെന്റ് കാണാത്ത ഒരു ഇന്റർകോസ്റ്റൽ സ്പേസ് ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ, അത് ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ. വാൻ അറേഞ്ച്മെന്റ് ഇല്ലാത്ത ഒരേ ഒരു ഇന്റർകോസ്റ്റൽ സ്പേസസേ ഉള്ളൂ. നമുക്ക് എത്ര ഇന്റർകോസ്റ്റൽ സ്പേസസ് വരും? 12 റിബ്സ് ആയതുകൊണ്ട് 11 ഇന്റർകോസ്റ്റൽ സ്പേസസ് വരും അല്ലേ. അപ്പൊ അതില് ഫസ്റ്റിൽ മാത്രം എന്തുണ്ട്? ഈ വാൻ അറേഞ്ച്മെന്റ് ഇല്ല. വാൻ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഇന്റർകോസ്റ്റൽ സ്പേസസിൽ പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ വെയിൻ ആദ്യം, പിന്നെ ആർട്ടറി, പിന്നെ ഇന്റർകോസ്റ്റൽ നെർവ്. ഇതാണ് ഈ വാൻ അറേഞ്ച്മെന്റ്. നമ്മുടെ ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസസ് അതിന് പകരം ഇത് നേരെ തല തിരിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തല തിരിഞ്ഞ് വരുമ്പം നെർവ് ആർട്ടറി വെയിനായി പോകും കേട്ടോ. നോർമലിന്റെ നേരെ തല തിരിയുന്നതാണ് ഫസ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഓരോ ഇന്റർകോസ്റ്റൽ മസിൽസിനെ കുറിച്ച് ഞാൻ നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതിയെന്ന് തോന്നുന്നു. സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനും ഉണ്ട്. ലോവർ ബോർഡർ ഓഫ് ദ റിബിൽ നിന്ന് ഇന്റർകോസ്റ്റൽ സ്പേസിലേക്കായിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് റിബ്സ് നമ്മൾ ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് കാണുമല്ലേ, ഡൗൺവേർഡ് മീഡിയലി വന്ന് അടുത്ത റിബിന്റെ ഇന്റർകോസ്റ്റൽ സ്പേസസിന്റെ ഔട്ടർ ലിപ്പിലായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നേരെ തിരിച്ചു വരുന്നതാണ് ഏത് പറയുന്നത്, ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് പറയുന്നത്. എറൈസിംഗ് ഫ്രം ദ ഫ്ലോർ ഓഫ് ദ കോസ്റ്റൽ ഗ്രൂവ് ഓഫ് ദ റിബ് എബോവ് ദ ഇന്റർകോസ്റ്റൽ സ്പേസും അതിന്റെ ഇൻസേർഷനും. ആക്ച്വലി നിങ്ങളൊന്ന് വായിച്ചാൽ മതി, പിക്ചർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ. വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്, ഞാൻ അതൊന്ന് പറയാം. ഡയഫ്രത്തിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയഫ്രത്തിന്റെ ഓപ്പണിങ്സ് ആയിരിക്കും, ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. തൊറാസിക് ക്യാവിറ്റിയും അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലോ അപ്പോ ന്യൂറോട്ടിക് പാർട്ടീഷൻ ആണെന്നൊക്കെ ഉള്ളത്. അതിന് 2 പാർട്ടുണ്ട്, ഒരു പെരിഫറൽ പാർട്ടും ഉണ്ട്. പെരിഫറൽ പാർട്ട് മസ്കുലാറും സെൻട്രൽ പാർട്ട് ടെൻഡിനസും ആണ്. കുറേ ഒറിജിൻ ഉണ്ട് കേട്ടോ. സ്റ്റേണൽ ഒറിജിനും ഉണ്ട്, കോസ്റ്റൽ ഒറിജിനും ഉണ്ട്, വെർട്ടിബ്രൽ ഒറിജിനും ഉണ്ട്. സ്റ്റേണൽ പാർട്ട് ഒറിജിൻ ചെയ്യുന്നത് സിഫോയിഡ് പ്രോസസ്സിൽ നിന്നാണ് കേട്ടോ. സ്റ്റേണൽ നമ്മൾ അതിൻ്റെ അനാട്ടമിയിൽ പറഞ്ഞത്. അതേപോലെ കോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നർ സർഫസ് ഓഫ് ദ ലോവർ 6th റിബ്സും അതിൻ്റെ കോസ്റ്റൽ കാർട്ടിലേജിൽ നിന്നുമായിരിക്കും. പിന്നെ വെർട്ടിബ്രൽ പാർട്ടിനുള്ളിൽ റൈറ്റ് ക്രസ്, ലെഫ്റ്റ് ക്രസ്സും കുറച്ച് ആർക്യുവേറ്റ് ലിഗമെന്റ്സും ഉണ്ട്. ഒരു 5 ആർക്യുവേറ്റ് ലിഗമെന്റ്സും സെപ്പറേറ്റ് ഒറിജിൻ ഉണ്ട്. അതിൽ തന്നെ ഉണ്ടോ റൈറ്റ് ക്രസ് കണ്ടോ നിങ്ങൾ? റൈറ്റ് ക്രസ്സും ലെഫ്റ്റ് ക്രസ്സും. അതിൽ റൈറ്റ് ക്രസ് എറൈസിംഗ് ഫ്രം ദ റൈറ്റ് സൈഡ് ഓഫ് ദ ആന്റീരിയർ സർഫസ് ഓഫ് L1 to L3 ആണ്. ലെഫ്റ്റ് ആണെങ്കിൽ L1 to L2 വെർട്ടിബ്രയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അതിന് രണ്ടിനെയും മീറ്റിംഗ് പോയിന്റ് ആണ് മീഡിയൻ ആർക്യുവേറ്റ് ലിഗമെന്റ്. ഇനി മീഡിയൽ ആർക്യുവേറ്റ് ലിഗമെന്റ് ആണെങ്കിൽ ആർച്ചസ് ബിറ്റ്വീൻ, നോക്കിക്കേ മീഡിയൽ കാണിച്ചേക്കുന്നുണ്ടോ, L2 L1ഉം, അത് രണ്ടുമാണ്. ലാറ്ററൽ ആണെങ്കിൽ L1 നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അത് എന്തിലേക്ക് പോകുന്നു, ആ റിബിന്റെ 12th റിബിന്റെ ആ ഒരു ഏരിയയിലേക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പിക്ചർ വെച്ച് നോക്കിക്കൊണ്ടാൽ മതി. മീഡിയൽ ആർക്യുവേറ്റ് ലിഗമെന്റ് ഈസ് തിക്കനിങ് ഓഫ് ഫേഷ്യോ സോയാസ് മേജറും, ലാറ്ററൽ ആർക്യുവേറ്റ് തിക്കനിങ് ഓഫ് ഫേഷ്യോ ക്വാഡ്രാറ്റസ് ലംബോറും പറയുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പണിങ്സ് ആണ് കേട്ടോ. സെൻട്രൽ ടെൻഡനിലേക്കാണ്. ഓപ്പണിംഗ് ഓഫ് ദ ഡയഫ്രം ആണ്
ഇമ്പോർട്ടൻ്റ്. മേജർ ഓപ്പണിങ്ങും ഉണ്ട്, മൈനർ ഓപ്പണിങ്ങും ഉണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കോഡാണ് വോയിസ് ഓഫ് അമേരിക്ക എന്ന്. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾക്ക് അത് ഇതാണെങ്കിൽ പഠിച്ചു. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം പറഞ്ഞു തന്നൊരു കോഡായിരുന്നു. പക്ഷെ അത് എന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, വോയിസ് ഓഫ് അമേരിക്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി. വീനക്കാവ T8 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ക്വാഡ്രിലാറ്ററൽ ഷേപ്പാണ്. അതിലൂടെ കടന്നു പോകുന്ന പാസ് ചെയ്ത് പോകുന്ന സ്ട്രക്ചേഴ്സാണ് ഇൻഫീരിയർ വീനക്കാവ, റൈറ്റ് ഫ്രെനിക് നെർവ്, ലിംഫാറ്റിക്സ് ഓഫ് ലിവർ. നിങ്ങളിത് എന്താണ് ഓപ്പണിംഗ് എന്നുള്ളതും ആ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്തു പോകുന്ന ഏത് സൈഡിലാണ് ഓപ്പണിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിലൂടെ പാസ് ചെയ്തു പോകുന്ന സ്ട്രക്ചേഴ്സ് അത് ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെച്ചേക്കണം. കുറേ ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. T8 T10 അതിലൂടെ കടന്നു പോകുന്ന സ്ട്രക്ചേഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പം വീനക്കാവൽ ഓപ്പണിങ്ങിന്റെ സിറ്റുവേഷൻ T8 ആണ്. ക്വാഡ്രിലാറ്ററൽ അതിന്റെ ഷേപ്പ്. ഇൻഫീരിയർ വീനക്കാവ, റൈറ്റ് ഫ്രെനിക് നെർവ് ഉണ്ട്. അതേപോലെ അടുത്തയാണ് T10 ഈസോഫാജിയൽ ഓപ്പണിംഗ് ആണ് T10 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് എലിപ്റ്റിക്കലാണ്. അതിൽ ഈസോഫാഗസ്, ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെസൽസ്, വാഗൽ ട്രങ്ക് ഒക്കെ പറയുന്നുണ്ട്. അടുത്താണ് അയോട്ടിക് T12 അടുത്ത്, അത് റൗണ്ടഡ് ആണ്. അയോട്ട, തൊറാസിക് ഡക്ട് ആൻഡ് അസൈഗസ് വെയിൻ. ഓരോന്നും ആ ഓപ്പണിങ്ങും അതിൻ്റെ സ്ട്രക്ചേഴ്സും ആണ് കേട്ടോ. ഒരു ജസ്റ്റ് ഒരു MCQ എന്നേ ഉള്ളൂ. നിങ്ങൾ അറിയാലോ, അയോട്ട പാസസ് ത്രൂ ദ ഡയഫ്രം. ഇനി അടുത്താണ് പ്ലൂറ. ലങ്ങിൽ ഞാൻ അധികമൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എൻക്ലോസ് ചെയ്തിരിക്കുന്ന സിറസ് ക്യാവിറ്റിയാണ് പ്ലൂറൽ ക്യാവിറ്റി. വിസറൽ പ്ലൂറയുണ്ട്, പിന്നെ എന്താ പറയുക, പറൈറ്റൽ പ്ലൂറയുണ്ട്. ബാക്കി പോർഷൻസ് നിങ്ങൾ വായിച്ചോ. പറൈറ്റൽ പ്ലൂറ പെയിൻ സെൻസിറ്റീവ് ആണ്, ഇൻസെൻസിറ്റീവ് ആണെന്നൊക്കെ ഉള്ളത്. ഈ പറൈറ്റൽ പ്ലൂറയിൽ തന്നെ പിന്നെ കുറച്ചും കൂടെ തിക്കറാണ് വിസറൽ പ്ലൂറേനേക്കാളും. അതിനൊരു 4 സബ് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. 4 സബ് ഡിവിഷൻസിൽ എന്താണെന്നുള്ളത് ഒരു കോസ്റ്റോ വെർട്ടിബ്രൽ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ചാണ് കേട്ടോ. അപ്പെക്സിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടോപ്പിലായിട്ടുള്ള ആ ഒരു ഇത് വരുന്നതാണ് നമ്മുടെ കോസ്റ്റോ വെർട്ടിബ്രൽ. പിന്നെ അടുത്ത റിപ്സ് ആണെങ്കിൽ, റിപ്സിലേക്ക് വരുവാണെങ്കിൽ അതിനെ കോസ്റ്റൽ പ്ലൂറ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ പറയുന്നുണ്ട്. മീഡിയാസ്റ്റിനൽ സർഫസിലേക്ക് ഫേസ് ചെയ്യുന്ന മീഡിയാസ്റ്റിനൽ പ്ലൂറ പറയുന്നുണ്ട്. പിന്നെ ഡയഫ്രമാറ്റിക് ഏരിയയിലേക്ക് ഡയഫ്രമാറ്റിക് പ്ലൂറ. കോസ്റ്റൽ പ്ലൂറയാണ് നമ്മുടെ റിപ്സിനെ ഫേസ് എന്ന് പറഞ്ഞത്. പ്ലൂറൽ ക്യാവിറ്റിനെ ലൈൻ ചെയ്യുന്ന മീസോത്തീലിയമാണ്, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. പിന്നെ പ്ലൂറൽ ക്യാവിറ്റിയിലുള്ള ഫ്ലൂയിഡാണ് ലൂബ്രിക്കേഷൻ ചെയ്യുന്നത്. എക്സസ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് പ്ലൂറൽ എഫ്യൂഷൻസ്. പ്ലൂറൽ റീസസ് അതൊരു നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു പോയിന്റായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കും, അതൊന്ന് നോക്കിക്കോണേ. പ്ലൂറൽ റീസസ് എന്ന് പറഞ്ഞാൽ റിസർവ് സ്പേസസ് ആണ് കേട്ടോ. പറൈറ്റൽ വിസറൽ പ്ലൂറയ്ക്കുള്ളിലുള്ള റിസർവ് സ്പേസസ് ആണ്. അത് തന്നെ 2 മേജർ പ്ലൂറൽ റീസസസ് ഉണ്ട് കേട്ടോ, ഓരോ സൈഡിലായിട്ട്. കോസ്റ്റോ ഡയഫ്രമാറ്റിക് റീസസ് ഉണ്ട് ആ ഒരു ഇതിലേക്ക്, അതായത് ഡയഫ്രത്തിന്റെ ഏരിയയിലേക്കുള്ള. പിന്നെ അതേപോലെ തന്നെ മീഡിയാസ്റ്റിനൽ ഏരിയയിലേക്കാണ് ഈ കോസ്റ്റോ മീഡിയാസ്റ്റിനൽ റീസസ് ഉണ്ട്. അത് കൂടാതെ അതാണ് 2 മേജർ പ്ലൂറൽ റീസസ് എന്നുള്ളത്, കോസ്റ്റോ ഡയഫ്രമാറ്റിക്കും കോസ്റ്റോ മീഡിയാസ്റ്റിനൽ റീസസും. അത് കൂടാതെ മൈനറായിട്ട് വരുന്നതാണ് റിട്രോ ഈസോഫാജിയൽ റീസസും ഇൻഫ്രാകാർഡിയക് റീസസും. ഇതിൽ തന്നെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷനിൽ കൂടുതലും ഫ്ലൂയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കോസ്റ്റോ ഡയഫ്രമാറ്റിക് റീസസിലാണെന്ന് പറയുന്നുണ്ട്. ലങ്ങിന്റെ റൈറ്റ് ലെഫ്റ്റ് ഷേപ്പ് പിരമിഡലൊക്കെ ആയിരിക്കും. വെയിറ്റും റൈറ്റ് ലങ് 700, ലെഫ്റ്റ് ലങ് 650 grams ആണ് പറഞ്ഞേക്കുന്നത്. കളറ് റോസി പിങ്ക് ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഇതിൻ്റെ സർഫസസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും അപ്പെക്സും അതും ഇതൊക്കെ നോക്കിക്കോ. ഇതിൽ റൂട്ടാണ് കേട്ടോ. റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലേ മേജർ വെസൽസ് ഒക്കെ പോകുന്നതിൽ അതിൽ റൈറ്റ് ലങ്ങിനും ലെഫ്റ്റ് ലങ്ങിനും കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. റൈറ്റ് ലങ്ങിലായിട്ടാണെങ്കിൽ ഈ ഒരു ആർട്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് ബ്രോങ്കസ് 2 ഡിവിഷൻ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് പൾമണറി ആർട്ടറിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് എബോവ് ദ ആർട്ടറി ആയിട്ടാണെങ്കിൽ അതിന് എപ്പാർട്ടീരിയൽ ബ്രോങ്കസ് എന്നും ബിലോ ആണെങ്കിൽ അതിന് ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ് എന്നും പറഞ്ഞ് 2 ഡിവിഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് റൂട്ട് ഓഫ് അറേഞ്ച്മെന്റ് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയറും പിന്നെ എബോവ് ഡൗൺവേർഡും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ആണെങ്കിൽ 2 സൈഡിലും സിമിലർ ആയിരിക്കും. നോക്കിക്കേ, ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണുള്ളത്.
ആൻറ്റീരിയറിൽ നിന്ന് പോസ്റ്റീരിയറിലേക്ക്. പൾമണറി വെയിൻ രണ്ട് സൈഡിലും സിമിലർ ആയിട്ട് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പൾമണറി ആർട്ടറി ഉണ്ട്, ബ്രോങ്കസ് ഉണ്ട്. ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ഒരു ചേഞ്ചും ഇല്ല റൂട്ട് ഓഫ് ദ ലങ്ങിൽ. പക്ഷെ എബോ ഡൗൺവേർഡ് വരുമ്പോഴാണ് റൈറ്റിലും ലെഫ്റ്റിലും വേരിയേഷൻസ് വരും അല്ലേ. റൈറ്റ് സൈഡിൽ നമുക്കൊരു എപ്പാർട്ടീരിയൽ ബ്രോങ്കസ്, പൾമണറി ആർട്ടറി, ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഫീരിയർ പൾമണറി വെയിൻസും വരും. പക്ഷെ ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ജസ്റ്റ് ആർട്ടറി, ബ്രോങ്കസ്, ഇൻഫീരിയർ പൾമണറി വെയിനേ ഉള്ളൂ. ഇത് റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. നമുക്കത് ലങ്ങിൻ്റെ എന്താ പറയുക, കട്ട് സെക്ഷൻ എടുത്ത്, അതായത് നമ്മുടെ ഡിസെക്റ്റഡ് ലങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് അത് മനസ്സിലാക്കാം. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഒന്നും പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഹാർട്ടിൻ്റെ നേരെ ഉൾട്ടാണ് അല്ലേ, അപ്പെക്സ് അപ്പറൻറ്റിലാണ്, ബേസ് ഉണ്ട്, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഇൻഫീരിയർ ഒക്കെ ബോർഡേഴ്സ് ഉണ്ട്. പിന്നെ അടുത്ത ഹൊറിസോണ്ടൽ ഫിഷർ, ഒബ്ലിക് ഫിഷർ വന്നിട്ട് റൈറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. റൂട്ട് ഓഫ് ദ ലങ്ങിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് നോക്കി വെച്ചേക്കുന്നത്, അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവരുത് അത്. പിന്നെ അടുത്താണ് ഒരു ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് കേട്ടോ. ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അനാറ്റമിക്കൽ സെഗ്മെന്റ് ആണ്, എയറേറ്റഡ് ബൈ ദ എന്താണ് ടെർഷറി അല്ലെങ്കിൽ സെഗ്മെന്റൽ ബ്രോങ്കിയാണ്. റൈറ്റിലും ലെഫ്റ്റ് ലങ്ങിലും ലോബ്സിനെ വെച്ചിട്ട് ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സിൽ കുറച്ചൊരു വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ അപ്പറിലും ലോവറിലും ചേഞ്ച് ഇല്ല. മിഡിൽ വരുമ്പോഴും ഈ അപ്പറിൻ്റെ എന്താ പറയുക, ലെഫ്റ്റ് ലങ്ങിൻ്റെ അപ്പറിന് 2 ഡിവിഷൻസ് വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ ഉള്ളൊരു വേരിയേഷൻസ് വരുന്നത്. ലോവർ രണ്ടിലും കോമൺ ആയിട്ട് തന്നെയാണ്, അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ വരത്തില്ല. അപ്പറിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കേ, അപ്പറിൽ രണ്ടിലും നമുക്ക് എന്തൊക്കെ ഡിവിഷൻസ് വരുന്നുണ്ട്. എപ്പിക്കലും ഉണ്ട്, ആൻറ്റീരിയറും പോസ്റ്റീരിയറും രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. റൈറ്റിലും വരുന്നുണ്ട്, റൈറ്റ് ലോബിൻ്റെ അപ്പറിലും വരുന്നുണ്ട്, ലെഫ്റ്റിലും വരുന്നുണ്ട്. കൂടാതെ മിഡിലായിട്ട്, റൈറ്റിൽ നമുക്കറിയാം 3 ലോബ്സ് ഉണ്ടാവുന്നതുകൊണ്ട് മിഡിലിൽ ഒരു ലാറ്ററലും മീഡിയലും വരും. ലോവറിൽ എന്താണുള്ളത്, ലോവറിൽ നിങ്ങൾ സ്മാൾ പി എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സുപ്പീരിയർ, മീഡിയൽ ബേസിൽ, ആൻറ്റീരിയർ ബേസിൽ, ലാറ്ററൽ ബേസിൽ ആൻഡ് പോസ്റ്റീരിയർ ബേസിൽ. അതേപോലെ തന്നെയാണ് ലെഫ്റ്റിൻ്റെ ലോവറിലും. സ്മോൾ പി, സുപ്പീരിയർ, മീഡിയൽ ബേസിൽ, ആൻറ്റീരിയർ ബേസിൽ, ലാറ്ററൽ ബേസിൽ ആൻഡ് പോസ്റ്റീരിയർ ബേസിൽ. പക്ഷേ ലെഫ്റ്റ് ലങ്ങിൻ്റെ അപ്പറിനെ തന്നെ നമ്മൾ അപ്പർ ഡിവിഷനും ഉണ്ട്, ലോവർ ഡിവിഷൻ ഉണ്ട്. അതായത് ഒരു ലോവർ ഡിവിഷൻ്റെ ഒരു പോർഷനിൽ ലെഫ്റ്റ് ലങ്ങിൻ്റെ ഒരു ഏരിയ ഒരു ടൺ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിനാണ് ആ ഒരു ഏരിയനെ ലിംഗുലാർ പോർഷൻ എന്ന് പറയുന്നത്. അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അവർ സുപ്പീരിയർ ലിംഗുലാർ എന്നും ഇൻഫീരിയർ ലിംഗുലാർ എന്നും. അങ്ങനെ ഒരു ഡിവിഷൻ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നുണ്ട്. ബാക്കി ലോവറും അപ്പറും സെയിം ആണ്. മിഡിലിൽ ഒരു ലാറ്ററലും മിഡിലും റൈറ്റ് ലങ്ങിൽ വരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ലെഫ്റ്റ് ലങ്ങിൻ്റെ ലോവർ ഡിവിഷനെ സുപ്പീരിയർ ലിംഗുലാർ, ഇൻഫീരിയർ ലിംഗുലാർ എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് 2-3 സ്ലൈഡ്സ് കൂടെ ഉള്ളൂ. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനുള്ളതുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ട്രക്കിയയുടെയൊക്കെ ലെങ്ത് ഓർത്തേക്കണം. 10 to 15 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. അതിൽ സി ഷേപ്ഡ് 16 to 20 നമ്പർ സി ഷേപ്ഡ് ട്രക്കിയൽ റിങ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് ബിഗിൻസ് ഇസ് എ കണ്ടിന്യൂഷൻ ഓഫ് ലാരിങ്സ്. എവിടെ നിന്നാണ് ഈ ലൊക്കേഷൻ ഒക്കെ ഓർത്തേക്കണേ. ലോവർ ബോർഡർ ഓഫ് ദ ക്രിക്കോയിഡ് കാർട്ടിലേജ് ടു ലോവർ ബോർഡർ ഓഫ് ദ C6 vertebrae ആണ്. ഇതിൽ പ്രീവിയസ് കൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ആംഗിളിൻ്റെ അടുത്ത് T4ൻ്റെ അടുത്താണെന്ന് പറയുന്നുണ്ട്. പുതിയ ഗ്രേസിൽ T6 vertebral ലെവൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാത്രമേ അതിൽ പറയാനുള്ളൂ. ലെങ്തും ട്രക്കൽ ഡിവിഷൻസും മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ഈസോഫാഗസിൻ്റെ മ്യൂക്കോമസ്കുലർ ട്യൂബാണ് ഫാരിങ്സിനെയും സ്റ്റൊമക്കിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ കൺസ്ട്രക്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞേക്കുന്നത്. അതിന് 4 കൺസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ബിഗിനിങ് 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 ഇഞ്ച് ഫ്രം ദ ഇൻസിസർ ടീത്ത് വെർ ഇറ്റ് ഈസ് ക്രോസ്ഡ് ബൈ ദ ക്രിക്കോഫാരിഞ്ചൽ മസിൽസ്. ഇതിൽ മെഷർമെൻറ്റിൽ ഒരു ചെറിയ ഫസ്റ്റിലത്തെ കുഴപ്പമില്ല, ബാക്കിയുള്ളതിനേ ഉള്ളൂ കേട്ടോ.
ഫസ്റ്റ് ക്രിക്കോഫാരിഞ്ചൽ ആ ഒരു 15 സെൻറ്റിമീറ്റർ തന്നെ പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് കൊടുത്തേക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയോട്ട ക്രോസ് ചെയ്യുന്ന അയോട്ടിക് ആർച്ചിൻ്റെ അടുത്ത്, അത് ആക്ച്വലി 22.5 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ഡയഗ്രത്തിൽ 23 ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്, അത് നോക്കി പഠിച്ചാൽ മതി. 22.5 ആണ് അയോട്ട ക്രോസ് ചെയ്യുന്നിടത്തുണ്ടാകുന്ന ആ ഏരിയയിലെ ഒരു കൺസ്ട്രക്ഷൻ. പിന്നെ അടുത്ത ഒരു തേർഡ് എന്ന് പറയുന്നത് ബ്രോങ്കസിൻ്റെ അടുത്തുള്ളത്, അത് 27.5 ആണ് കേട്ടോ. നെക്സ്റ്റ് ഡയഫ്രത്തിൻ്റെ അല്ലേ, ഫോർത്ത് ത്രൂ ദ പാസേജ് ഓഫ് ഡയഫ്രത്തിൻ്റെ അടുത്ത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, അത് 37.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. At the beginning, 50 centimeter and 6 inch in the, from the incisor teeth where it is crossed by the cricopharyngeal muscles. പിന്നെ 22.5 സെൻറ്റിമീറ്റർ ആണ് അയോട്ടിക് ആർച്ചിൽ നിന്നുള്ളത് അവിടെ എത്തുമ്പോൾ ഉള്ളത്. പിന്നെ 27.5 ആണ് ലെഫ്റ്റ് ബ്രോങ്കസിനെ ക്രോസ് ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള കൺസ്ട്രക്ഷൻ. പിന്നെ ഡയഫ്രത്തിൻ്റെ അടുത്താണ് 37.5 സെൻറ്റിമീറ്റേഴ്സ്. ആ ഇഞ്ചും കൂടെ ഒന്ന് നോക്കി വെച്ചു, ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചോദിക്കാമല്ലോ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണ് the distance of aortic construction of the esophagus from upper incisor teeth is 22.5 centimeter. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്, എസോഫാഗസ് വെയിൻ ഡ്രെയിൻ ചെയ്യുന്നത് സുപ്പീരിയർ വീന കാവയിലേക്ക്.